Good morning, everyone. Good morning. Good morning, ma'am. Morning, ma'am. Good morning. Good morning. Good morning. Good morning, ma'am. Good morning. Good morning. Good morning. Happy morning. Happy Good morning. Nice morning. Alhamdulillah. മറ്റൊരു മനോഹരമായ ദിവസം Morning, ma'am. നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഓക്കെ ഗുഡ് മോർണിംഗ്. നെറ്റ്ഫ്ലിക്സിന് അവസാനം ജോയിൻ ചെയ്ത് ഓർമ്മയില്ല. Okay. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 5 ഹാബിറ്റ്സ് യു മസ്റ്റ് റിമൂവ് ടു ഏൺ റെസ്പെക്ട്. ബഹുമാനം ലഭിക്കാൻ വേണ്ടി നമ്മളിൽ നിന്നും ഒഴിവാക്കേണ്ട 5 ശീലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മറ്റുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ ബഹുമാനം ലഭിക്കാൻ വേണ്ടി നമ്മളിലുള്ള ശീലങ്ങൾ 5 എണ്ണം നമ്മൾ ഒഴിവാക്കണം നമുക്കുണ്ടെങ്കിൽ. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ദെൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ്സിന് വീഡിയോ ഓഫ് ചെയ്യുന്നുണ്ട്. നമുക്ക് സെഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, വെൽക്കം. ഓക്കെ, മാക്സിമം എല്ലാവരും വീഡിയോയിൽ വരിക, ഇന്ററാക്ട് ചെയ്യുക. ഒരു 5 മിനിറ്റ്സിന് ശേഷം ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നതായിരിക്കും. ഒരു സെഷൻ കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ 5 ഹാബിറ്റ്സ് ആണ്. 5 ഹാബിറ്റ്സ് നമുക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഇങ്ങനത്തെ ശീലങ്ങൾ അത് നല്ലതാണോ അല്ലേ എന്നുള്ളത് നമ്മളിപ്പോ പറയും. അതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് കുറെ ശീലങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ? എല്ലാവർക്കും ഒരുപാട് ഹാബിറ്റ്സ് ഉള്ളവരായിരിക്കും. Yes or no? Yes or no? അല്ലേ? ഒരുപാട് ഹാബിറ്റ്സ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ അത് നമുക്ക് ദോഷമായിട്ട് ബാധിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മാറ്റണം. ചിലത് നമുക്ക് എല്ലാ ഹാബിറ്റ്സും നല്ലതായിരിക്കില്ല. നമുക്ക് ദോഷമായിട്ട് ഭവിക്കുന്ന ഹാബിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് അത് നമ്മളിൽ നിന്ന് ഒഴിവാക്കി എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മളിൽ നിന്ന് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒഴിവാക്കിയെടുക്കണം. അങ്ങനെയുള്ള ഹാബിറ്റുകളിൽ നിന്നും, ഒഴിവാക്കേണ്ട ഹാബിറ്റിൽ നിന്നും 5 എണ്ണമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്ക് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും സമൂഹത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ റെസ്പെക്ട്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നില്ല എന്ന് തോന്നുന്ന ആ റെസ്പെക്ട് തിരിച്ചു കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, റെസ്പെക്ട് എന്ന് പറയുന്നത് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. അത് ഡിമാൻഡഡ് അല്ല, നമുക്ക് എന്താണ് കമാൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മള് ഒരാൾക്ക് വേണ്ടിയും ഒരാളോടും റെസ്പെക്റ്റിന് വേണ്ടി ബെഗ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യാചിക്കാൻ പറ്റില്ല. എനിക്ക് റെസ്പെക്ട് വേണം, എന്നോട് റെസ്പെക്റ്റോട് കൂടി പെരുമാറണം, അല്ലെങ്കിൽ എനിക്ക് റെസ്പെക്ട് വേണം എന്നുള്ളത് നമ്മൾ ബെഗ് ചെയ്യേണ്ട ആവശ്യമല്ല. അത് നമുക്ക് കമാൻഡ് ചെയ്യേണ്ട ആവശ്യമാണ്. അതായത് നമ്മൾ പറയേണ്ടതാണത്. ബഹുമാനം ലഭിക്കാതെ, റെസ്പെക്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ മാക്സിമം നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ്
നമുക്ക് റെസ്പെക്ട് എന്നുള്ളത് നമ്മൾ ബെഗ് ചെയ്യേണ്ടതല്ല, നമ്മൾ കമാൻഡ് ചെയ്യേണ്ടതാണ്, ഡിമാൻഡഡ് ആണ്. ആളുകൾ നമ്മളെ റെസ്പെക്ട് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം വരുമ്പോ അത് അവരുടെ ഫോൾട്ട് അല്ല, അതെന്താണ് നമ്മുടെ ഫോൾട്ട്. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, അപ്പൊ ആളുകൾ നമ്മളെ ഓക്കെ കേൾക്കുന്നില്ലേ? ആളുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം വരുന്നത് നമ്മുടെ തെറ്റല്ല. അതെന്താ വെച്ചാൽ നമ്മുടെ തെറ്റാണ്. അതിനെ നമ്മൾ ആളുകളെ കുറ്റം പറഞ്ഞിട്ടോ അവരുടെ തെറ്റാണെന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യുന്നത് കൊണ്ട് ഓക്കെ, അപ്പൊ എന്താണ് അവരുടെ ഫോൾട്ട് ആണ് എന്ന് നമ്മൾ പറഞ്ഞത് കൊണ്ട് ഒരിക്കലും ഒരു കാര്യമില്ല, അത് നമ്മുടെ ഫോൾട്ടാണ്. ബിക്കോസ് നമ്മളത് സമ്മതിച്ചു കൊടുത്തത് കൊണ്ടാണ്, നമ്മളെ റെസ്പെക്ട് ഇല്ലാതെ നമ്മളോട് പെരുമാറാൻ വേണ്ടി നമ്മൾ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ റെസ്പെക്ട് എന്നുള്ളത് നമുക്ക് ലഭിക്കാതെ പോകുന്നത്. ഓക്കെ, നമുക്ക് റെസ്പെക്ട് ലഭിക്കാതിരിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ സമ്മതിച്ചു കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ അപ്പൊ ഇതിനെല്ലാം വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ ശീലങ്ങളുണ്ട്. അതിൽ 5 ഹാബിറ്റ്സുകൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ 5 ഹാബിറ്റ്സ് നമ്മളിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ആളുകൾ ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഫോഴ്സ് ചെയ്യാതെ, നമ്മൾ ബെഗ് ചെയ്യാതെ, നമ്മൾ നിർബന്ധിക്കാതെ നമ്മുടെ കുറെ മാറ്റങ്ങളിലൂടെ, നമ്മുടെ കുറെ ശീലങ്ങളിലൂടെ ആളുകൾ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റെസ്പെക്ട് എന്ന് പറയുന്നത് ഒരാള് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, ഭയങ്കര സ്ട്രോങ് ആണ് കാണുമ്പോൾ, അതിലല്ല ഉള്ളത്. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതിലാണ്. നമ്മൾ സ്ട്രോങ് ആയി കാണപ്പെടുന്നു എന്നതിനേക്കാൾ നമ്മൾ സ്ട്രോങ് ആയി പെരുമാറുന്നു അല്ലെങ്കിൽ സ്ട്രോങ് ആയി നിലനിൽക്കുന്നു എന്നുള്ളതിലാണ് കാര്യമുള്ളത്. ഓക്കെ, കേൾക്കുന്നില്ലേ? ഒഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? യെസ് ഓർ നോ? കേൾക്കുന്നുണ്ട് മാഡം. യെസ്. അപ്പൊ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് റെസ്പെക്ട് ഇല്ലാത്ത അവസ്ഥ വരുന്നു, നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നു, വിഷമിക്കുന്നു, ഇല്ലേ? ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വാട്ട് യു തിങ്ക്? ഇല്ലേ? യെസ്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെന്ന് വെച്ചാല്, ഒന്നാമത്തെ കാര്യം ബി സ്ട്രോങ് എന്നുള്ളതാണ്. നമ്മൾ ഒരാളോടും ജസ്റ്റിഫൈ ചെയ്യാതിരിക്കുക, സ്ട്രോങ് ആയി നിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം അപ്രൂവലിന് വേണ്ടി സീക്ക് ചെയ്യാതിരിക്കുക. ഡോണ്ട് സീക്ക് അപ്രൂവൽ. നമ്മളൊരു ക്ലാരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അംഗീകാരത്തിന് വേണ്ടി നമ്മൾ തേടാതിരിക്കുക. സ്റ്റോപ്പ് പീപ്പിൾ പ്ലീസിങ്. ആളുകളെ പ്ലീസ് ചെയ്യുന്നത് നമ്മൾ നിർത്തുക. അവർക്ക് എന്ത് തോന്നും, അവരെന്ത് പറയും എന്നുള്ള ഇത് നമ്മൾ നിർത്തുക. നാലാമത്തെ കാര്യം ബിലീവ് ദോസ് ഹൂ ഡിസ്റെസ്പെക്ട് യു ആൻഡ് ഡിസ്റ്റൻസ്. നമ്മളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇമോഷണലി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. അഞ്ചാമത്തെ കാര്യം നെവർ കമ്പയർ എനി വൺ. നമ്മൾ ആരുമായിട്ടും ഒന്നിനെയും കമ്പയർ ചെയ്യരുത് എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് ഇനി ഇതിനെ എന്ത് ചെയ്യാം, വൈഡാക്കി പറയാം. ഞാൻ ഈ 5 പോയിന്റ്സിനെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിപ്പോ സംസാരിച്ചതാണ്. ഇനി ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ബി സ്ട്രോങ് എന്നുള്ളതാണ്. ഡോണ്ട് ജസ്റ്റിഫൈ എനിത്തിങ് എന്നുള്ളതാണ്. നമ്മൾ ഒന്നിനെയും ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക. നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല, ദെൻ
അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരു എസ്സേ പോലെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഡൗട്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ ഒരു ഇടയ്ക്ക് കട്ട് ആവുന്നുണ്ടല്ലോ. യെസ്, ഞാൻ അതെന്താന്ന് വെച്ചാൽ മൈക്ക് മ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ദെൻ നമ്മൾ എന്താണ് ഡോണ്ട് ഓവർ എക്സ്പ്ലെയിൻ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഡോണ്ട് ഓവർ ആവുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല. ഓക്കെ ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ട്. ആ ഓക്കെ, ഒരു 5 മിനിറ്റ്സ് ക്ഷമിക്കട്ടോ, അതിനുശേഷം നമുക്ക് സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു എക്സ്ക്യൂസ് ആണ് പ്ലീസ്. ഓക്കെ, ഡോണ്ട് ഓവർ എക്സ്പ്ലെയിൻ എനിത്തിങ്. നമ്മൾ ഒന്നിനെയും ഓവർ എക്സ്പ്ലെയിൻ ചെയ്യരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്നുള്ളത് നമ്മൾ ഓവർ ജസ്റ്റിഫൈ ചെയ്യരുത്, ഓവർ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പറ്റില്ല, ലീവ് ഇറ്റ്. അതിന്റെ അപ്പുറത്തോട്ട് ഇനി ഞാൻ അങ്ങനെ ആയിരുന്നു, റീസൺ ഇതെങ്ങനെ ആയിരുന്നു, റീസൺ നമ്മൾ ഒരുപാട് റീസൺസ് പറയുമ്പോൾ ആ പറയുന്ന സാഹചര്യങ്ങളിൽ എന്താണ് പറ്റുന്നത് എന്ന് വെച്ചാൽ അവിടെ ഡൗട്ട്സ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് ആർഗ്യൂ ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു സ്പേസ് ഇട്ട് കൊടുക്കുകയാണ് അവർക്ക്, അങ്ങനെ ഒരു ആർഗ്യൂ ചെയ്യാനുള്ള സ്പേസ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, then എന്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം? നമ്മൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിനെ പറ്റി പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം നമ്മളോട് ചോദിക്കുകയാണ്, നമ്മളിപ്പോ ജസ്റ്റ് നിങ്ങൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്, വാട്ട് ഹാപ്പൻഡ്? അല്ലെങ്കിൽ പറയണം നമുക്കൊരു വർക്ക് തരികയാണ്, ആ വർക്ക് തരുമ്പോൾ നമ്മളോട് നമ്മൾ പറയുമ്പോൾ ഓക്കെ ഞാൻ സ്ട്രെസ്ഡ് ഔട്ട് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഓക്കെ അല്ല, ഞാൻ എടുക്കുന്നില്ല എന്ന് പറയും. ദെൻ വൈ എന്നുള്ളൊരു ചോദ്യം നമുക്ക് വരും അല്ലേ? നമ്മൾ എടുക്കുന്നില്ല, നമുക്ക് തരുന്നൊരു വർക്ക് നമ്മൾ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൈ, എന്തുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരും. ആ ചോദ്യം വരുന്ന സമയത്ത് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ളൊരു വാക്കിൽ നിർത്തേണ്ട ഒരു കാര്യമുള്ളൂ. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല എന്നുള്ളൊരു വാക്കിൽ നിർത്തേണ്ട ഒരു കാര്യത്തിന് നമ്മൾ എന്ത് പറയും? ഓ ലാസ്റ്റ് നൈറ്റ് ഞാൻ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു, ആൻഡ് എക്സെട്രാ 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 കൊണ്ട് നമ്മളിങ്ങനെ നീട്ടി പറയും. ഒരുപാട് റീസൺസ് അതിൽ പറയും. ഞാൻ ഭയങ്കര ആൻഷ്യസ് ആയി പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരുപാട് റീസൺസ് പറയുമ്പോൾ അതൊരു ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതർവൈസ് നമ്മൾ ഇങ്ങനെ പറയാണ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഐ എം എക്സോസ്റ്റഡ്, ദാറ്റ്സ് ഇറ്റ്, ഞാനിപ്പോ അതിന് ഓക്കെ അല്ല. ആ ഒരു പറയുന്നതിലൂടെ എന്ത് ചെയ്യും? അതവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാനോ സംസാരിക്കാനുള്ള ഗ്യാപ്പ് നമ്മൾ കൊടുക്കുന്നില്ല. അതർവൈസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്നലെ വെള്ളം ഒഴിച്ചിട്ടില്ല, ഞാൻ 2-3 വട്ടം വെള്ളം പൈപ്പ് എടുത്തിട്ട് ഓക്കെ അതിന് മറ്റും വെള്ളാക്കി പോകുന്നു. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയില്ലേ? ജസ്റ്റ് കുറച്ച് സമയം വീഡിയോ ഓൺ ആക്കാത്തതിന്റെ ഒരു ബ്ലാങ്ക് എല്ലാവർക്കും ഫീൽ ചെയ്തു, എനിക്കറിയാം. ഐ എം സോറി അബൌട്ട് ദാറ്റ്. പെട്ടെന്ന് അർജൻസി വന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇപ്പൊ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങൾ മാറിയില്ലേ? Yes or no? Yes. And also that is the thing, നിങ്ങൾ വീഡിയോ ഓൺ ആക്കാതെ ഇരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ ആരെയും കാണുന്നില്ല, കുറച്ച് സൗണ്ട് മാത്രം കേൾക്കുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന ഇതേ ബ്ലാങ്ക്നെസ് ആണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഇപ്പൊ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ?
നമ്മൾ ലൈവ്ലി നിൽക്കുന്നതും ലൈവ്ലി അല്ലാണ്ട് സൗണ്ട് മാത്രം കേൾക്കുന്നതിലുള്ള വ്യത്യാസമാണ് ഇപ്പൊ കണ്ടിട്ടുള്ളത് കേട്ടോ. ഞാനത് ഇന്റൻഷ്യലി ചെയ്തതല്ല, എന്റെ സിറ്റുവേഷൻ അതായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്ത് ചെയ്യാനേ വീഡിയോ ഓൺ ആക്കൂ എന്ന് പറയാറില്ലേ അല്ലേ? ഓക്കെ, It's okay. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അതിന്റെ ക്ലാരിറ്റി കിട്ടുക. ഇപ്പൊ കുറച്ച് സമയം നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തപ്പോ വാട്ട് ഈസ് ദ തിങ്, ഞാൻ എന്തായിരുന്നു എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തായിരുന്നു നിങ്ങളോട് എപ്പോഴും വീഡിയോ ഓൺ ആക്കി എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. ഞാൻ എന്റെ ഒരു മക്കളുടെ മദ്രസ ടൈം ആയിരുന്നു, അപ്പൊ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രമായിരുന്നു കേട്ടോ. ഓക്കെ, നമ്മളെല്ലാം മൾട്ടി ടാസ്കിങ് ആണല്ലോ, എല്ലാ കാര്യങ്ങളും എല്ലാം ഒരുപോലെ കൊണ്ടു നടക്കുന്ന സമയമാണല്ലോ അല്ലെ? ദാറ്റ്സ് വൈ. അപ്പൊ ഓക്കെ, നമുക്ക് ബാക്ക് ടു നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യരുത് എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ അവിടെ എന്താണ്, അവിടെ നമ്മളൊരു ഒരു കോൺവെർസേഷനിൽ ഡൗട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ക്ഷണിക്കുക പോലെയാണ്. ഡൗട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് അവിടെ കൂടുതൽ കൊടുക്കുകയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് പറ്റില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിർത്തുന്നതിന് പകരം നമ്മളൊരു എസ്സേ പോലെ നമ്മൾ എന്ത് ചെയ്യും, അയ്യോ ഞാൻ ഇന്നലെ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് തീരെ പറ്റിയിട്ടുണ്ടല്ല, ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയി, ഞാൻ അവിടെ പോയി ഇവിടെ പോയി അത് ചെയ്തു ഇത് ചെയ്തു, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത്രയും എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ജസ്റ്റ് എന്താണ്, എനിക്ക് വയ്യ, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, സോ ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് പറ്റില്ല, അത്ര പറയേണ്ട ആവശ്യമേ പക്ഷെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് ഇവർക്ക് ഇത് എന്ത് തോന്നും, അവർക്ക് അത് ഓക്കെ ആവോ എന്നുള്ള നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് അവിടെ പുറത്ത് കാണപ്പെടും നമ്മളിങ്ങനെ പെരുമാറുന്നതിലൂടെ. അപ്പൊ അങ്ങനെ പെരുമാറുന്നതിലൂടെ നമ്മൾ അവിടെ ചെറുതായിക്കൊണ്ടിരിക്കുക. നമുക്ക് ഒരിക്കലും ഇപ്പോ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വലിയ വലിയ സെലിബ്രിറ്റീസ്, വലിയ വലിയ ആളുകൾ, ഇവരൊന്നും ഒരുപാട് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് കാണാറില്ല അല്ലേ? അവരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റി അവരോട് സംസാരിക്കുമ്പോൾ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് 1, 2, 3 വാക്കിൽ അവർ അതിന്റെ ഉത്തരം അല്ലെങ്കിൽ ആൻസർ പറഞ്ഞ് അതിനെ കോൺവെർസേഷനെ ക്ലോസ് ചെയ്യാറാ പതിവ്. ഒരു കാഷ്വൽ ഫോർമൽ ടോക്കിലാണെങ്കിൽ അവർ അങ്ങനെയല്ലേ ചെയ്യാറുള്ളത് അല്ലേ? 2, 3 വാക്കിൽ അതിന്റെ ഉത്തരം ആൻസർ പറഞ്ഞിട്ട് അത് ആ കോൺവെർസേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ കൂടുതലായിട്ട് പ്രിഫറൻസ് കൊടുക്കുന്നത് അങ്ങനെ എസ്സേ പോലെ ഒരുപാട് പറയുന്നതിനേക്കാൾ നമ്മളോട് സംസാരിക്കുന്നതിന് ഒരു ആക്റ്റീവ് ലിസണിങ് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം. നീട്ടി വലിച്ച് സംസാരിക്കുമ്പോൾ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിച്ചത് കൃത്യമായി പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കമ്മ്യൂണിക്കേഷൻ കൺവേ ചെയ്യാൻ കഴിയും. നമ്മൾ എന്താണ് മനസ്സിൽ വിചാരിച്ച കാര്യം അത് കൃത്യമായിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളെല്ലാം അവിടെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എപ്പോഴും എന്ത് ചെയ്യുക, ഒരുപാട് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാതെ ആ സിറ്റുവേഷനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയെ പറ്റി എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു നമ്മൾ ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് ഇന്ന കാര്യം കൊണ്ട് ഇന്നത് ചെയ്യില്ല, അല്ലെങ്കിൽ ഇന്നത് പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ക്ലിയർ കട്ട് ചെയ്തിട്ട് പറയാൻ മാത്രമേ വേണ്ടുള്ളൂ. അതാണ് ബോൾഡ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ ചെയ്യുന്ന രീതി. അങ്ങനെയാണ് സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു എന്താ പറയാ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളെ എപ്പോഴും പിന്തുടരുന്ന രീതി എന്ന് പറയുന്നത് ഈ രീതിയാണ്. ഓവർ എക്സ്പ്ലെയിൻ ചെയ്യില്ല, അവരുടെ കാര്യങ്ങളെ ഒന്നിനെയും ജസ്റ്റിഫൈ ചെയ്യില്ല. വാട്ട് അബൌട്ട് അവരുടെ ലൈഫിൽ എന്തോ നടന്നു അല്ലെങ്കിൽ എന്തോ സംഭവിച്ചു എന്നുള്ളത് അത് അവരുമായിട്ടുള്ള കാര്യമാണ്. അത് മറ്റുള്ളവരെ ക്ലാരിഫൈ ചെയ്യേണ്ടതോ ജസ്റ്റിഫൈ ചെയ്യേണ്ടതോ അതിനെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതാണ് അതിന്റെ ശരിയും. ഓക്കെ, രണ്ടാമത്തെ കാര്യം നമ്മൾ സംസാരിച്ചത് എന്താന്ന് വെച്ചാൽ ഡോണ്ട് സീക്ക് അപ്രൂവൽ. രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ഡോണ്ട് സീക്ക് അപ്രൂവൽ. അപ്രൂവലിന് വേണ്ടി നമ്മൾ ഒരാളുടെ അംഗീകാരത്തിന് വേണ്ടി അതിനു വേണ്ടി മാത്രമായിരിക്കരുത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും എന്താണ്, അപ്രൂവലിന് വേണ്ടി ആയിരിക്കരുത്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, നമ്മുടെ കടമകളാണെങ്കിൽ നമുക്ക് ചെയ്യാം.
അത് മറ്റൊരാൾ അംഗീകരിക്കണം എന്ന് പറയുന്നതിനോട് നമുക്ക് അതല്ലല്ലോ. അപ്പൊ നമ്മൾ പറയാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചെയ്തതിന്റെ എല്ലാം അവിടെ പോയില്ലേ. നമ്മൾ അവരോടുള്ള സ്നേഹം കൊണ്ടോ നമ്മുടെ കടമ കൊണ്ടോ നമ്മുടെ എല്ലാം കൊണ്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു കാര്യം ചെയ്തു. ആൻഡ് നെക്സ്റ്റ് പോയിന്റിൽ നമ്മൾ എന്ത് പറയാണ്, ഞാൻ നിനക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ, എന്താണ് അതിലൊരു അർത്ഥം എന്താ ഉള്ളത്? നമ്മൾ പറഞ്ഞത് കൊണ്ട് വല്ല അർത്ഥമുണ്ടോ? നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ വല്ല അർത്ഥമുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും അപ്രൂവലിന് വേണ്ടിയിട്ടാവരുത് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ, നമ്മുടെ കടമകളായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ചെയ്യാം. അത് ഒരിക്കലും ഒരാളുടെ അപ്രൂവലിന് വേണ്ടി ആവരുത്. ആ രീതിയിൽ വേണം നമ്മൾ പെരുമാറാൻ. അടുത്തത് എന്താണ്? സ്റ്റോപ്പ് പീപ്പിൾ പ്ലീസിങ്. ആളുകളെ പ്ലീസ് ചെയ്യുന്നത്. അതായത് ഇവരോട് ഇനി അവര് നമ്മളോട് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റാത്ത സാഹചര്യമായിരിക്കും. നമ്മൾ അത്രത്തോളം ക്ഷീണിച്ച് അവശയായി നമുക്ക് ഒന്നിനും പറ്റില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ പോലും എങ്ങനെ ഞാൻ നോ പറയും, അവര് വന്ന് ചോദിക്കുമ്പോ എങ്ങനെ ഞാൻ പറയും എന്നുള്ള ഒരേ ഒരു റീസൺ കൊണ്ട് നമ്മൾ ഒരുപാട് എക്സോസ്റ്റഡ് ആയി പോയാലും നമ്മളിത് ചെയ്യും. ദെൻ നമ്മളെല്ലാവർക്കും അവൈലബിൾ ആവുകയാണ്. അവര് ചിന്തിക്കുകയാണ് ഓക്കെ ഇവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇങ്ങനെയാ ചിന്തിക്കുക. അവരെപ്പോഴും ഫ്രീ ആണ്, അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ലേ, അവർക്ക് പ്രത്യേകിച്ച് പണിയോ ഡ്യൂട്ടീസോ ഒന്നുമില്ല, അവരെപ്പോഴും ഫ്രീ ആണല്ലോ, വെറുതെ നടക്കുകയാണല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ കൊടുക്കുമ്പോ തന്നെ അവർ ഇതെല്ലാം ഏറ്റെടുക്കണമെന്നാണ്. നമുക്ക് ഫ്രീ ആണെങ്കിൽ നമുക്ക് ചെയ്യാം, നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഒരാളോട് എങ്ങനെ പ്ലീസ് അവർക്ക് എന്ത് തോന്നും എന്നുള്ളൊരു റീസൺ കൊണ്ട് നമ്മൾ ഇത് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്നുള്ള നമ്മുടെ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തുറന്നു പറയാൻ പറ്റണം. അത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുന്ന കാര്യമായിരിക്കും. നമ്മൾ കൂടുതലായിട്ട് ഒരാളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നുമെന്ന് കരുതി പ്രവർത്തിക്കുന്നതാണെങ്കിലോ, ഇനി അതല്ലെങ്കിൽ പോലും എപ്പോഴും നമ്മളിങ്ങനെ അവൈലബിൾ ആയി നിൽക്കുമ്പോൾ സംടൈംസ് ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇവരെപ്പോഴും ഫ്രീ ആണല്ലോ, ഓൾവേസ് അവൈലബിൾ ആണ്, എപ്പോഴും ഫ്രീ ആണ്. ആ ഒരു രീതിയിലാണ് ചിന്തിക്കുക. അപ്പൊ നമുക്ക് തിരക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന തിരക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം എന്ന് പറയാനുള്ള ആ ഒരു രീതി നമ്മൾ തുടരണം. അങ്ങനെ വേണം നമ്മൾ പ്രവർത്തിക്കാൻ. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയണം. നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറയണം, നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ പറ്റുമെന്ന് തന്നെ പറയണം. അവർക്ക് എന്ത് തോന്നും എന്നുള്ള കാര്യം ഒഴിവാക്കിയിടണം. അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? എനിക്ക് പറ്റില്ല എന്ന് കരുതിയിട്ടും മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നുള്ള റീസൺ കൊണ്ട് ഇതെല്ലാം നടന്നു പോകുന്ന അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്ന, എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും വേണ്ടില്ല ഇതെല്ലാം ചെയ്തു കൊടുക്കുന്ന രീതിയിലൊക്കെ ഉള്ള പ്രവർത്തിക്കുന്നവരുണ്ടോ? ഇതുവരെയൊക്കെ ഉണ്ടാവും, ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് കുറെ പേരിൽ ഇതെല്ലാം ഉണ്ടാവും. ഇതുവരെയൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ ഇപ്പൊ എന്ത് ഈ പറ്റി? ക്ലാസ് ഒക്കെ കിട്ടിയതിന് ശേഷം അല്ലാതെ അങ്ങനൊന്നും ചെയ്യാറില്ല. നമ്മൾ സ്വയം മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഓരെന്തേ വിചാരിച്ചോന്ന് വിചാരിച്ചാണ്ട് ഞാൻ ആന്ന് പറയും, ഞാൻ ഇല്ലാന്ന് പറയില്ല. യെസ്, എന്ത് കാര്യത്തിനും അങ്ങനെ സംഭവിക്കാറ്. നമ്മളെ കൂടെ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരിക്കലും ഇല്ല എന്നല്ല, നമുക്ക് ആർക്കൊന്നും ചെയ്തു കൊടുക്കരുത് എന്നല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. പക്ഷെ നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത വരുമ്പോൾ നമ്മൾ ഇത് ഏറ്റെടുത്ത് അത് വലിയ നൂലാലയിലോട്ട് പോകുന്ന അവസ്ഥയിലോട്ട് വരും അല്ലേ? അത് ആരോടായാലും ചെയ്യാൻ പാടില്ല എന്നിപ്പോ മനസ്സിലായി. യെസ്, എല്ലാവർക്കും ഈ രീതിയിലുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്റെ കേസിൽ വരുമ്പോ ഞാൻ സംടൈംസ് ആൾമോസ്റ്റ് എനിക്ക് വരുന്ന മെസ്സേജുകൾക്ക് ഞാൻ സ്പോട്ടിൽ റിപ്ലൈ കൊടുക്കും. അല്ലെങ്കിൽ എനിക്ക് തരുന്ന പല വർക്കുകളും സ്പോട്ടിൽ ഞാൻ ഏറ്റെടുക്കും. അല്ലെങ്കിൽ സ്പോട്ടിൽ റിപ്ലൈ കൊടുക്കുന്ന പല സാഹചര്യങ്ങളിലും എനിക്ക് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. മേ ബി എന്റെ ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ കൊളീഗ്സ് ആയിരിക്കും, ആരാണെങ്കിലും എന്നോട് ചോദിക്കാറ് നീ എപ്പോഴും ഫ്രീ ആണല്ലോ, നീ എപ്പോഴും അവൈലബിൾ ആണോ, നിനക്ക് പ്രത്യേകിച്ച് വേറെ ജോലി ഇല്ലേ? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഫ്രം നമ്മുടെ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫാമിലി, നമ്മുടെ അത്രയും ബന്ധപ്പെട്ട ആളുകൾ നമ്മൾ സ്പോട്ടിൽ റിപ്ലൈ കൊടുക്കുന്നതിന് പുറമെ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എപ്പോഴും ആക്റ്റീവ് ആണ്, എപ്പോഴും അവൈലബിൾ ആണ് എന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു ചിന്ത അവിടെ ഉണ്ടാവുന്നുണ്ട്. അത് എനിക്ക് എന്റെ ഫ്രണ്ട്സിൽ നിന്നും എന്റെ കൊളീഗ്സിൽ നിന്നൊക്കെ
തമാശ രൂപേണയാണെങ്കിലും അവൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഫുൾ ടൈം ആക്റ്റീവ് ആണ്, ഫുൾ ടൈം എല്ലാ സ്പോർട്ടിൽ ഉണ്ടാക്കിയോ. ഇത് എല്ലാവർക്കും വിഷയമാണ്. ഇത് ഞാൻ പറയുള്ളത്, എനിക്ക് റിപ്ലൈ കൊടുക്കാതിരിക്കാൻ അറിയാം, എനിക്ക് മിണ്ടാതിരിക്കാൻ അറിയാം, എനിക്ക് ഏറ്റെടുക്കാതിരിക്കാൻ അറിയാം, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ അറിയാം. എന്റെ ചാറ്റ് ബോക്സോ അല്ലെങ്കിൽ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ 5 6 ദിവസം വരെ നോട്ടിഫിക്കേഷൻ വന്നത് എടുത്ത് നോക്കാൻ കുറെ ചാറ്റ് ബോക്സുകൾ ഉണ്ടായിരിക്കും. ദെൻ ഞാൻ ഈ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ദാറ്റ്സ് മൈ പ്രയോറിറ്റി. ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ വരുന്ന കാര്യങ്ങൾക്ക് ഞാൻ സ്പോട്ടിൽ റിപ്ലൈ കൊടുക്കുന്നതോ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കുന്നതോ ദാറ്റ് ഈസ് മൈ പ്രയോറിറ്റി. അതുകൊണ്ട് ഞാൻ സ്പോട്ടിൽ ചെയ്യുന്നു. അതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ജോലി ഇല്ലാത്തത് കൊണ്ടല്ല. എനിക്ക് എന്റേതായ ജോലി, എല്ലാവർക്കും അവരുടേതായ തിരക്കുകളാകും. അതുപോലെ എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ട്. ദാറ്റ് എനിക്കും അങ്ങനെ എന്റേതായ തിരക്കുകളും എന്റേതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ചൊന്നും ആയിരിക്കില്ല, അതിനേക്കാൾ കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഇടയിലെല്ലാം നമ്മൾ എൻഗേജഡ് ആവുന്നതും അല്ലെങ്കിൽ ഇവർക്കെല്ലാം അവൈലബിൾ ആവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതുകൊണ്ടും അത് എന്റെ പ്രയോറിറ്റി ആയതുകൊണ്ടുമാണ്. ചില കാര്യങ്ങൾ, ചില ബന്ധങ്ങൾ നമ്മൾ അവർക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അവർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. സോ നമ്മൾ സ്പോട്ടിൽ അവർക്ക് അവൈലബിൾ ആയിരിക്കും. ചില കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അവിടെ അവൈലബിൾ ആവുക നമ്മുടെ ആവശ്യമാണ്. രണ്ടും ഉണ്ട്. അവിടെ നമ്മൾ അവൈലബിൾ ആവുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. സോ അവിടെ നമ്മൾ അലേർട്ട് ആയിരിക്കും. അപ്പൊ അവിടെ നമ്മൾ അലേർട്ട് ആയി അവർക്ക് സ്പോട്ടിൽ റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അവൈലബിൾ ആവുക, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയെടുക്കാൻ തയ്യാറാകും. ഇത് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രയോറിറ്റി ആയതുകൊണ്ടാ. ഒരിക്കലും ഒരു ജോലി ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷെ അങ്ങനെ ആവില്ല, പല രീതിയിലായിരിക്കും ഇതിന്റെ ചിന്തകൾ വരിക. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്റെ കൊളീഗ്സിന്റെ അടുത്തോ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോ എനിക്ക് അവരോട് പറയാം, that is why because I am prioritizing you always. നിങ്ങൾ ഒരുപാട് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അവൈലബിൾ ആവുന്നത്. എനിക്ക് എന്താ പറയാം, ആ ഒരു സമയത്ത് എനിക്ക് പറയാൻ പറ്റും. ആ ഒരു കോൺവെർസേഷൻ സ്റ്റോപ്പായി. അതർവൈസ് ഞാനിങ്ങനെ പറയാണ്, ഓക്കെ ഞാൻ ഇത് കണ്ടപ്പോ അങ്ങനെ നോക്കി, ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ നോക്കി, ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ വേറെ പണി ഉണ്ടായിരുന്നു, ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ജോലികളുണ്ട്, ഞാൻ അത് ചെയ്യാണ്, ഇത് ചെയ്യാണ്, ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിലിംഗ് ആവശ്യമൊന്നുമില്ല. ഒരൊറ്റ ആൻസറേ ഉള്ളൂ, ഞാൻ നിങ്ങൾ ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക്, അതുകൊണ്ട് ഞാൻ അവിടെ അവൈലബിൾ ആയി. അത്രയും നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതല്ല കാരണങ്ങളാണുള്ള സാധ്യതകൾ കൂടും. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളിൽ വരുത്തി കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ അത് ഇതിന്റെ എല്ലാം ഒന്നാമത്തെ കാര്യം ജസ്റ്റിഫൈ ചെയ്യാതിരിക്കാൻ. ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്ലിയർ കട്ട് ചെയ്തിട്ട് വാട്ട് ഈസ് ദ റീസൺ, എന്താണ് ആ ഒരു കാരണം എന്നുള്ളത് നമുക്ക് പറയാം. അതിന്റെ അപ്പുറത്തോട്ട് ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? നോ എന്ന് പറയാൻ പഠിക്കണം. നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയാൻ പഠിക്കണം. ഓവർ എക്സ്പ്ലെയിൻ കാര്യം വരികയാണെങ്കിൽ ഇപ്പൊ നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, അല്ലേ? അതിരാവിലെ എഴുന്നേൽക്കുന്നു, നമ്മുടെ പ്രേയേഴ്സും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഡിറ്റേഷനിലോട്ട് വരുന്നു, അത് ചെയ്യുന്നു, അതിനുശേഷം ക്ലാസ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാത്തവരാണെങ്കിൽ എക്സസൈസും മറ്റും കാര്യങ്ങളായിട്ട് പോകുന്നു, നടക്കാൻ പോകുന്നു, അങ്ങനെ വാട്ട് എവർ ഇറ്റ് ഈസ് അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ. ഈ മോർണിംഗ് ടൈം ഇവർ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഈ ആക്റ്റീവ് ആവുന്ന സമയങ്ങളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടല്ലോ, നിങ്ങൾക്ക് രാവിലെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഒഴിഞ്ഞിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, തിരക്കില്ലാതെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലേ? നിങ്ങൾ ഓൾവേസ് ഫ്രീ ആയതുകൊണ്ടോ അല്ലെങ്കിൽ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. കൃത്യമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ. ഈ പല രീതിയിലുണ്ടാവും. അപ്പൊ നമ്മൾ പറയാണ്, ഓക്കെ ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല,
അല്ലെങ്കിൽ എനിക്ക് സമയം ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ അങ്ങനെ ആയിരുന്നു. ഇതിന്റെ ഒന്നും ആവില്ല. ഞാൻ ഇതെന്താ ചെയ്യുന്ന വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടോ. അത്രേ ഉള്ളൂ. എനിക്കിത് ഭയങ്കര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിനു വേണ്ടി ഞാൻ സമയം മാറ്റി വെക്കുകയാണ്. അതിനെ വീണ്ടും ഓവർ എക്സ്പ്ലെയിൻ ചെയ്ത് അതിൽ കാര്യമുണ്ടോ? ഓവർ എക്സ്പ്ലെയിൻ ചെയ്തതിൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ പറയേണ്ടത് ഇതെനിക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടായതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അല്ല, എങ്ങനെ എല്ലാത്തിനും നോ പറഞ്ഞ് ശീലമായാലും അതും പ്രശ്നമാണ്. നമ്മൾ മടിയന്മാരായി പോകും. നമുക്ക് നോ പറയാൻ അറിയാം എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനും നമ്മൾ നോ പറഞ്ഞാൽ നമ്മൾ മടിയന്മാരായി. എല്ലാത്തിനും പറയണം എന്നല്ല പറഞ്ഞത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നമുക്കത് സാധിക്കാൻ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ജോലികൾ ഇഷ്ടം പോലെ ചെയ്യാനുണ്ട്, അതിന്റെ കൂടെ ഇത് എടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. നമുക്കത് കൂടുതൽ സ്ട്രെസ് തരികയേ ചെയ്യുള്ളൂ. നമുക്ക് ഒരുപാട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള ടൈമില് ഒരു സമയം അധികം വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് അവിടെ വരുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഇത് തോന്നുന്ന കരുതിയത് കൊണ്ട് മാത്രം നമ്മളത് എടുക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരില്ലേ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, പ്രയോറിറ്റി ആണ്, അതിന്റെ പർപ്പസ് ആവശ്യങ്ങളാണ്. അല്ലെ നമ്മൾ നോക്കണം. ഒരാവശ്യമില്ലാത്ത കാര്യം വെറുതെ പോയിട്ട് ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. പർപ്പസ്, അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിന് എത്രത്തോളം ആവശ്യമുണ്ട്, അതിനനുസരിച്ച് നോ പറയാൻ പഠിക്കണം. അല്ലാതെ എല്ലാത്തിനും പോയി നോ പറയാ നല്ലത്. അത് നല്ല ശീലമല്ല. നമ്മുടെ ആ പർപ്പസ്, ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി ഇതിനെല്ലാം കൊടുത്തിട്ട് അതിനെല്ലാം അനുസരിച്ചിട്ട് ഒരാവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ അത് ഏറ്റെടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. എസ് പറയാൻ മടിച്ചാലും പറയുന്ന എസ് ആയിരിക്കണം. അതാണ് ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കുക. നമ്മളൊരു വാക്ക് അവരോട് പറഞ്ഞു, അത് നമുക്ക് പാലിക്കാൻ സാധിക്കണം. ദെൻ ഈ ഒരു തിരക്കുകളുടെ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ നമുക്കത് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളവിടെ വാക്ക് പാലിക്കാതിരിക്കുകയല്ലേ ചെയ്യുന്നത്. അതും നമ്മളെ എന്താണ് സംഭവിക്കുന്നത് അല്ലേ? അതും നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വാക്ക് തെറ്റിക്കുകയാണ്. ഈ വാക്ക് തെറ്റിക്കുള്ളതും നമ്മളോട് ഒരു അവമതിപ്പ് ഉണ്ടാവാനുള്ള റീസൺ ആയിരിക്കും അല്ലെ? നമ്മളോടുള്ള ഒരു മതിപ്പ് നഷ്ടപ്പെടാനുള്ള ഒരു റീസൺ ആയി മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു നമ്മളോട് അവർക്കൊരു മതിപ്പുണ്ട്, നമ്മളോട് ബഹുമാനം തോന്നുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതായി പോകും. ബിക്കോസ് അവരോട് ഞാനൊരു കാര്യം പറഞ്ഞു, അവരത് ഏറ്റെടുത്തു, എന്നിട്ട് പിന്നെ അവരവരെ വഴിക്ക് പോയി, അവരെ വഴിക്കൊന്നും കണ്ടതേ ഇല്ല. ഇങ്ങനെയല്ലേ വരുള്ളൂ. അത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം നമ്മൾ ഏറ്റെടുത്തത്. ആ റീസൺ കൊണ്ടാണ് നമ്മളെ കൊണ്ട് അത് പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അവർക്ക് എന്ത് തോന്നുന്നുള്ള ഒരു റീസൺ കൊണ്ട്. ഇതൊന്നും ആർക്കും ചിന്തിക്കാനൊന്നും സാധിക്കില്ല. അവര് അവര് നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ ഏറ്റെടുത്ത കാര്യമാണ്. നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളത് അവരുടെ കുറ്റമല്ല, നമ്മുടെ കുറ്റ. നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കരുതായിരുന്നു. അതിനെ പിന്നെ ഓവർ ജസ്റ്റിഫൈ ചെയ്ത് ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഇതായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ക്ലിയർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ഇപ്പൊ നമ്മളെ കൊണ്ട് മനസ്സിലാവുന്നുണ്ടാവും ചെയ്യാൻ പറ്റും. അല്ല, കൊണ്ട് ചെയ്യാൻ പറ്റും, പൂർത്തീകരിക്കാൻ പറ്റുന്ന നമുക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ ഏറ്റെടുക്കുക തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. യെസ്, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. ഒരിക്കലും എന്ത് ചെയ്യരുത്? പറ്റില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ നിൽക്കരുത്. ദെൻ പ്രയോറിറ്റി, പർപ്പസ്, ഇമ്പോർട്ടൻസ് ഇതിനെല്ലാം നമ്മൾ മുൻഗണന കൊടുക്കണം. അത്രേ ഉള്ളൂ. ഇതിനെല്ലാം നമ്മൾ മുൻഗണന കൊടുക്കണം. ആ രീതിയിൽ നമ്മൾ യെസ് ഓർ നോ പറയാൻ പഠിക്കണം. ഇതിപ്പം മൊത്തത്തിൽ ഇപ്പം ചെയ്യുന്ന കാര്യം ചെയ്തു കൊടുക്കുക എന്നുള്ള മാത്രമല്ല, നമ്മൾ പറയുന്ന വാക്കിന് വില ഉണ്ടായിരിക്കുക. അവിടെയാണ് വ്യക്തിത്വം. അവിടെയാണ്. അതെ, നമ്മൾ പറയുന്ന വാക്കിന് എന്തുണ്ടായിരിക്കണം? വില ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം നമ്മൾ ഏറ്റെടുത്തു, നമുക്കത് പാലിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നമ്മുടെ പറഞ്ഞ വാക്ക് നമുക്ക് പാലിക്കറ്റിയില്ല, അതിനൊരു വില ഇതാവും. നമുക്കുള്ള മതിപ്പ് അവിടെ നഷ്ടപ്പെടും. അപ്പൊ ഇതെല്ലാം ആലോചിച്ചിട്ട് വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ, നമ്മളൊരു കാര്യം ഏറ്റെടുക്കാൻ. എല്ലാത്തിനും ചാടിക്കേറി യെസ് ഞാനുണ്ട് എന്നല്ല. ആ രീതിയിലും പോകും. ഇവർക്ക് ഇത് നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഇവർക്ക് ഇതിപ്പോ എന്താ തോന്നുക, എന്താ സംഭവിക്കുക, പക്ഷെ അത് മോശമായി പോവാ, ഇങ്ങനെയും പോകും. ഇത് രണ്ടാണെങ്കിലും അത്ര നല്ല ശീലമല്ല.
എല്ലാതും ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ പറ്റില്ല എന്നതിൽ എനിക്ക് പറ്റില്ല എന്ന് പറയണം. നത്തിങ് വിൽ ഹാപ്പൻ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ നമ്മൾ ഓവർ ജസ്റ്റിഫൈ ചെയ്യുമ്പോഴൊക്കെയാണ് ആ പ്രശ്നങ്ങളൊക്കെ വരിക. കട്ട് ചെയ്തിട്ട് സംഭവിക്കാൻ ഈ ഒരു പോകുന്നില്ല. റീസൺ ആണ്. അതിൽ വേറെ ഒന്നുണ്ട്. ഇതിപ്പോ നമ്മള് യെസ്. കഴിയാത്ത കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓലെ പരാതി വേറെ ഉണ്ടാവും. ഞാൻ ഏറ്റെടുത്തുകൊണ്ടാ ഞാൻ വേറെ നോക്കാതിരുന്നത്, എനിക്ക് വേറെ ഇഷ്ടംമാതിരി ആളുണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യും. അവിടെയാണ് ഏറ്റവും വലിയ വിഷയം. യെസ്, അങ്ങനെ പലതും നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ഡിസ്റെസ്പെക്റ്റുകളാണ്. ഈ രീതിയിലുള്ള നമുക്ക് വരുന്ന സംസാരം ഡിസ്റെസ്പെക്റ്റ് ആണ്. നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ എനിക്ക് വേറെ ആളുണ്ടാവും, നിങ്ങളത് ഏറ്റെടുത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചോദിച്ചു വാങ്ങിയതാണ്. ആ ഒരു ഡിസ്റെസ്പെക്ട് നമ്മൾ ചോദിച്ചു വാങ്ങിയതാ. ബിക്കോസ് നമുക്ക് നമ്മൾ പറ്റില്ല എന്ന് പറയണായിരുന്നു. നമ്മളത് പറയാതെ, നമ്മളത് ഏറ്റെടുത്ത്, നമ്മളത് ചെയ്യാതെ, അത് അവർക്ക് അത് കൃത്യമായിട്ട് ചെയ്യാൻ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കും. നമ്മളൊരാൾ മാത്രമല്ലല്ലോ ഭൂമിയിൽ എക്സിസ്റ്റ് ഉള്ളത്. ഇഷ്ടംപോലെ കോടാനുകോടി ആളുകളുണ്ട്. നമ്മളാള് ചെയ്യാന്ന് വെച്ചിട്ട് ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യം അവിടെ പോവും. അവര് വേറൊരു ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷനിലോട്ട് പോകും. നെക്സ്റ്റ് എന്നുള്ള വേറൊരു ഓപ്ഷനിലോട്ട് അത് പോവുക ചെയ്യുക. അല്ലാതെ അത് ഒന്നും ഒരു കാര്യം ഇല്ലാതെ പറയട്ടെ. സംഭവിക്കൊന്നുമില്ല. യെസ്. കോടാനിക്കോട് ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എല്ലാരും ഇപ്പൊ നമുക്ക് അവൈലബിൾ അല്ലല്ലോ. അത് തെറ്റായിരുന്നല്ല. കോടാനുകോടി ആളുകൾ കോടി ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അങ്ങനെയല്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്ന് ഇല്ലാത്ത സാഹചര്യം വരികയാണ് അല്ലേ? നമ്മൾ ഇന്ന് ഇല്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ അവിടെ സ്റ്റെക്ക് സംഭവിക്കുന്നുണ്ടോ? എവറിത്തിങ് വിൽ ബി ഗോ ഓൺ. എല്ലാതും ഓൺ ചെയ്യും. ഒന്നും എവിടെയും നിൽക്കാൻ പോകുന്നില്ല. ഇത് കറക്റ്റ് ആണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. ഇത് ശരിക്കും കറക്റ്റ് ആയിട്ടൊരു Yes. സംഭവം ഇപ്പൊ അടുത്ത് നടന്നു എന്റെ വീട്ടില്. എന്താ വെച്ചാ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഈ ഡെസേർട്സ് ഒക്കെ ഉണ്ടാക്കാൻ അനിയത്തിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ അവളെല്ലായിടത്തും ഉണ്ടാക്കുന്ന. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് ഏൽപ്പിച്ചു. ഞാൻ ഓക്കെ ആയി, കോൺഫിഡന്റ് ആയി. പക്ഷെ ഹെൽത്ത് ഇഷ്യൂ കാരണം അവൾക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ അവളത് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. വരാ പറഞ്ഞുകൊണ്ടിരുന്നു. അറ്റ് ലാസ്റ്റ് അവൾക്ക് വരാൻ പറ്റാത്ത ഇതില് ആകെ ഞാൻ ടയേർഡായി. ഞാൻ കുറേ പേരെടുത്ത് ഡെസേർട്ട് ഉണ്ടാക്കുന്ന ചോദിച്ചു. അറ്റ് ലാസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കി. അതായത് അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും Yes. എന്തായാലും. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടായിരിക്കും. അത് അത്രേ എനിക്ക് വരുന്നുള്ളൂ. ശേഷം പ്രളയമല്ല. അത് നമ്മൾ വെറുതെ വിചാരിക്കുന്ന അതാണ് അതിന്റെ വിഷയം. എനിക്ക് ശേഷം പ്രളയമല്ല. അങ്ങനെങ്കിലെങ്കിൽ ലോകം മുമ്പേ അവസാനിച്ചുകൊണ്ടല്ലേ. ഇത് തുടർന്നു കൊണ്ടേയിരിക്കും. അതെ, നമ്മൾ ഒരാളില്ല എന്നുള്ളത് കൊണ്ട് ഭൂമി അവസാനിക്കാൻ പോകുന്നില്ല. ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. എല്ലാം മൂവ് ഓൺ ചെയ്യും. എവറിത്തിങ് വിൽ ബി. ഏറ്റവും കൂടുതൽ ലേഡീസിനൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് വീട് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി, അതായത് നടക്കുന്ന ഓരോ മൈന്യൂട്ടിലായിട്ടുള്ള കാര്യത്തിനും വേണ്ടി അവരവരുടെ ജീവിതം മുഴുവൻ രാവിലെ തൊട്ട് രാത്രി ഒഴിഞ്ഞ് ജീവിക്കുമ്പോ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ അപ്പത്തെ മനസ്സിലുള്ള ചിന്ത, ഞാനില്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. എല്ലാം ഞാൻ നോക്കിയാലേ ശരിയാവും, എല്ലാം ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, ഞാനില്ലാതെ ഇതൊന്നും സംഭവിക്കാന്നില്ല. വെറുതെയാണ്. നമ്മൾ ഇന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ എല്ലാം അതേപോലെ തന്നെ നടക്കും. കുറച്ച് ദിവസമൊക്കെ ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ശരി തന്നെയാണ്. കുറച്ച് സമയങ്ങൾ, കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടാവും. ദെൻ അതേപോലെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അത് നടന്നു പോകും. എന്നും എവിടെയും സ്റ്റക്കായി പോകുമൊന്നുമില്ല. ചില സമയത്ത് നമുക്കൊരു വേറൊരാൾ വന്നു എന്നും വരും. ഇങ്ങനെയെല്ലാം സംഭവിക്കും. അപ്പൊ അതാണ് അതിന്റെ ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പേർപ്പസ് ഉണ്ട്, ആവശ്യങ്ങളുണ്ട്, കടമകളുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യണം. പക്ഷെ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം ഒരാവശ്യവും ഇല്ലാതെ നമ്മളെ കൊണ്ട് 100 കൂട്ടം തിരക്കുകളും പണികളും മറ്റുള്ള പ്രശ്നങ്ങളുടെ ഇടയിൽ ഏറ്റെടുത്ത് അത് ചെയ്യാതിരുന്നതിനേക്കാൾ നല്ലത് പറ്റില്ല എന്ന് പറയുന്നതല്ലേ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അതൊരു ചോദ്യമല്ലേ? യെസ് ഓർ നോ?
ഇല്ലെങ്കിൽ അച്ചോദ്യം ഇവരെ നമ്മളോട് ചോദിക്കൂ നിങ്ങക്ക് പറ്റെങ്കിൽ ഏറ്റെടുത്താ പോരായിനോന്ന്. അന്നേരം നമ്മളെ കേൾക്കട്ടെ. ഡെഫിനറ്റ്ലി. അപ്പൊ ആ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, നിങ്ങൾക്ക് പറ്റിയില്ല ഏറ്റെടുത്താൽ പോരായിരുന്നോ? അതാണ് ഡിസ്റെസ്പെക്ട്, ബഹുമാനമില്ലായ്മ വരികയാണ്. നമ്മളത് ചോദിച്ചു വാങ്ങിയതല്ലേ ആ ചോദ്യം. നമ്മളോട് ചോദിച്ച ആ ചോദ്യം നമ്മൾ നമ്മുടെ ഒരു സ്വഭാവം കാരണം ചോദിച്ചു വാങ്ങിയതാ. അതേസമയം നമ്മൾ പറയാണ് എനിക്ക് പറ്റില്ല കേട്ടോ, നിങ്ങൾ വേറെ ഒരാളെ നോക്കിക്കോളൂ, എനിക്ക് ഇങ്ങനെ വേറെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് പറയുന്നു അവര് വേറെ നോക്കുകയും ചെയ്യും. ഓക്കെ, അവര് പറഞ്ഞതുകൊണ്ട് ഞാൻ വേറെ നോക്കിട്ടോ, എന്റെ സമയം അധികം വേസ്റ്റ് ആവേണ്ടി വന്നില്ല എന്നുള്ള ഒരു രീതിയിൽ അതങ്ങനെ പോവുകയും ചെയ്യുള്ളൂ. അപ്പൊ ഏതാ ബെറ്റർ? ഏറ്റെടുത്ത് ചെയ്യാതിരിക്കുന്നതാണോ ബെറ്റർ? പറ്റില്ല എന്ന് പറഞ്ഞ വേറെ ഒരാളോട് ചെയ്യുന്നതാണോ ബെറ്റർ? അപ്പൊ ഇങ്ങനെയുള്ള ഹാബിറ്റുകൾ നമ്മൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് ഈ വരുന്ന ഡിസ്റെസ്പെക്ട്, ഇതുപോലുള്ള ചോദ്യങ്ങള്, ഇതുപോലുള്ള അവഗണനകള്, ഇതുപോലുള്ളതൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. അത് നമ്മൾ തീരുമാനിക്കണം. അവരങ്ങനെ പറഞ്ഞു, നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രവൃത്തിയാണ് അതിനുള്ള റീസൺ. നമ്മുടെ മാറ്റി കഴിഞ്ഞാൽ മാറുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇതിലിപ്പോ നമ്മള് ഒരു കാര്യം ഒരാളെ ഏൽപ്പിക്കുമ്പോ പെട്ടെന്ന് ഏറ്റെടുക്കുന്ന ആള് ചെയ്തു തരില്ല എന്ന് ഉറപ്പിച്ചോളുക. അതിൽ നമുക്ക് നമ്മൾ വിശ്വാസം അർപ്പിക്കണ്ട. അങ്ങനെ ഒരാളുണ്ടല്ലോ, നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞ് ഒരു ചിന്തിക്കാം, ഓ ഓക്കെ ഓക്കെ ഞാൻ ഏറ്റെടുത്തു, ഞാൻ ശരിയായി തരാന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞോ, അവരെ ചെയ്ത് തരൂല ഒരിക്കലും. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാളെയും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് അല്ല. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അടച്ച് അങ്ങനെ പറയുന്നവരെല്ലാം അങ്ങനെയാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ഡെഫിനറ്റ്. ഞാൻ ഡിബേറ്റിനൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ആർഗ്യുമെന്റ്സിനൊന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ളത് ഉണ്ടായിരിക്കും. എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയുന്നത് ശരിയല്ല. ബിക്കോസ് ചില ആളുകൾക്ക് സ്പോട്ടിൽ ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അവർക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്യല് നീ ഓക്കെ ആണെന്ന് പറയുമ്പോഴേക്കും അവർ ആ റൂട്ടീൻ മുഴുവനും, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഓക്കെ എനിക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. ഇതെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് മൈൻഡിൽ വർക്ക് ചെയ്യാൻ കഴിവുള്ള ആളുകളുണ്ട്. അവർക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ ഞാൻ ഏറ്റെടുക്കും എന്ന് പറയുകയും ചെയ്യും, അവരത് ചെയ്യുകയും ചെയ്യും. അവരത്രയും ഫാസ്റ്റ് ആയിട്ടാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നത്. ഒരു ശതമാനത്തിന് അപവാദമല്ലല്ലോ. 1% അപവാദമല്ലല്ലോ. അങ്ങനെ വ്യക്തി ഉണ്ടാവാം, ഇല്ലാന്നല്ല. പക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് വളരെ കുറവായിരിക്കും. നമ്മളിപ്പോ ബന്ധപ്പെട്ട ആൾക്കാരില് നമ്മളെ എക്സ്പീരിയൻസിൽ ആദ്യം ഏറ്റെടുത്തോലുണ്ടോ അവർ ചെയ്തിട്ടുണ്ടാകില്ല. അതാ നമ്മളെ അനുഭവം. അതാ ഞാൻ പറഞ്ഞ. ഇപ്പൊ മറ്റുള്ളവർക്ക് എക്സ്പീരിയൻസ് അറിയാലോ. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഉണ്ടാവും, ആളുകൾ ഉണ്ടാവുന്നല്ല. പക്ഷെ നമ്മുടെ എല്ലാ അനുഭവങ്ങളും ശരിയായിക്കൊള്ളുന്നില്ല. നമ്മൾ കാണുന്ന കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ കുറച്ച് അനുഭവങ്ങളോ കുറച്ച് ആളുകളോ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോടാനുകൂടി ആളുകളുള്ള ലോകത്ത് പലതരം സ്വഭാവങ്ങൾക്കിടയിലൂടെ നമ്മൾ ജീവിക്കുമ്പോ എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയാൻ പറ്റില്ല. എവ്രി വൺ വിൽ ബി യുണീക്ക്. ഓരോ ആളുകളും യുണീക്ക് ആളുകളായിരിക്കും. ഓരോ ആളുകൾക്കും അവരുടേതായ പ്രത്യേകതരമായ സ്വഭാവ ശൈലി ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇതിനെല്ലാം ഒരു ഫാക്ടർ ഉണ്ട്, ശരിയാണ്, നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാം. പക്ഷെ എല്ലാവരും അങ്ങനെയാണ് എന്നൊരിക്കലും പറയാൻ പാടില്ല. ഒരാളിൽ നിന്ന് നമുക്ക് ചെയ്യാണ്, ഓക്കെ അവരെ ഏറ്റെടുത്തു, സ്പോട്ടിൽ ഏറ്റെടുത്തു, അവരത് ചെയ്തിട്ടില്ല, പിന്നെ നമുക്ക് അവരെ പറയാം, ഓക്കെ അവരത് ഏറ്റെടുത്തു എന്നുണ്ടെങ്കിലും ചെയ്യാനുള്ള ചാൻസ് കുറവാന്ന് പറയും. കാരണം നമ്മുടെ മുന്നിൽ ആ ഒരാൾ ചെയ്ത ഒരു അനുഭവം അങ്ങനെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പറയാം. നമുക്കൊരു അനുഭവം ഇല്ലാത്ത ഒരാള്, ആളുടെ മൈൻഡ് ചിലപ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ആൾക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇതെല്ലാം അസ്യൂം ചെയ്ത് റെഡിയാക്കാനുള്ള ഒരു മൈൻഡ് പവർ ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ അത്രയും കപ്പാസിറ്റി ഉണ്ടായതുകൊണ്ട് ആളത് ഏറ്റെടുത്തതായിരിക്കും. നമ്മൾ വെറുതെ അസംഷൻ കൊടുക്കുകയാണ്, അവരത് ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം മുമ്പ് വേറൊരാള് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് ഈ ഒരാൾ ചെയ്തുകൂടായി ഇല്ലല്ലോ. എവരി വൺ വിൽ ബി യൂണീക്ക്. എല്ലാ ആളുകളും യൂണീക്കാണ്. ഓരോരുത്തർക്കും അവരുടേതായ രീതി ഉണ്ടാവില്ലേ. അപ്പൊ ആരും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ചിലര് പണത്തിന് വേണ്ടിയാണ് കവർ ജീവിക്കുന്നത്. വെച്ചിട്ട് നമ്മൾ എന്ത് ജഡ്ജ് ചെയ്യരുത് പറയല്ലോ. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുമല്ലോ. അതിന്റെ വേറൊരു വേർഷൻ ആണിത്. ചിലര് പണത്തിന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ചിലര് ഏറ്റെടുത്ത റെസ്പോൺസിബിലിറ്റീസ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അവർ പണത്തിനെക്കാട്ടും
അപ്പുറത്തെ റെസ്പോൺസിബിലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓരോ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് പോലാണത് ഉണ്ടാവുക. ഓരോ ആളുകൾക്കും ഓരോ രീതിയായിരിക്കും, അവർക്ക് പ്രയോറിറ്റി അതായിരിക്കും. അതുകൊണ്ടാണ് അല്ല, അതാണ് അവരുടെ ശരി. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. അവര് അവരുടെ ശരികൾ ചെയ്യുന്നു, നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുന്നതിന്റെ ഒരു ആവശ്യമില്ല. അല്ലെ, നമുക്ക് അത്രയും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സർക്കിളിലുള്ളവരെ ആണെങ്കിൽ നമുക്ക് അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നമുക്ക് പറയാം, ഇത് ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഇതിങ്ങനെ ഒന്ന് ചെയ്തുകൂടെ എന്ന് നമുക്ക് ജസ്റ്റ് ഒരു സജഷൻ കൊടുക്കാം. നിർബന്ധം പറയാനൊന്നും പറ്റില്ല അല്ലേ? അല്ല, ചില നമുക്ക് വിഷയങ്ങളിൽ ആരോട് നിർബന്ധം പറയാൻ പറ്റുക? പറ്റുമോ? നമുക്ക് നമ്മളോട് നിർബന്ധം പറയാൻ പറ്റും. ഈ ചെയ്യുന്നത് തെറ്റാണ്, ഇത് ഇനി ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെ നിർബന്ധിക്കാൻ പറ്റും. ബാക്കിയുള്ളവരെല്ലാം നിർബന്ധിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, അത് അവരാണ് തീരുമാനിക്കേണ്ടത്. മാറണോ മാറേണ്ടേ നമുക്ക് സജഷൻ കൊടുക്കാം, നമ്മുടെ അഭിപ്രായം പറയാം, അത് നമ്മുടെ സർക്കിളിലുള്ളവര്. അതിനുശേഷം അവരാണ് തീരുമാനിക്കുന്നത് മാറണോ മാറേണ്ടേ എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആണ്. പക്ഷെ ഈ ജഡ്ജിമെന്റ് എന്ന് പറയുമ്പോ എല്ലാ ഫോർത്ത് വൺ എന്ന് ഹലോ, നമുക്കൊരു ജഡ്ജിമെന്റ്, നമ്മളൊരു വിഷയമായിട്ട് ഒരാളെ സമീപിക്കുമ്പോ അവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണം നമ്മള് ഇല്ലാന്ന് ജഡ്ജിമെന്റ് നടത്തുന്നത്. അവരായിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവോ ഇല്ലേ? അപ്പൊ ജഡ്ജിമെന്റ് എന്ന് പറഞ്ഞാല് അങ്ങനെയും വരാലോ. അപ്പൊ അതിലും ജഡ്ജിമെന്റ് മൊത്തം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അപ്പൊ ഒരു രണ്ടാളെ വെച്ചിട്ട് അതിൽ മറ്റവനാ നല്ല ഇല്ലേ ഇവനാന്നല്ലേ? അപ്പൊ നമുക്ക് ജഡ്ജ് ചെയ്യാം. ജഡ്ജിമെന്റ് നടത്തുന്നതിൽ പ്രശ്നമല്ല, ജഡ്ജ്മെന്റ് നടത്തുന്നതിൽ പ്രശ്നമല്ല എന്നല്ല. അതായത് നമുക്ക് അവരിൽ നിന്ന് മുമ്പ് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അവെയർ ആകാം, അല്ലെങ്കിൽ നമുക്ക് ഓക്കെ അവർക്ക് അങ്ങനെ ഉണ്ട്, പക്ഷെ നമുക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല, നമുക്ക് ഒരു പരിചയവും ഇല്ലാത്ത ഒരാള് നമുക്ക് മുമ്പെങ്ങോ ഈ ഒരു ആളിൽ നിന്നല്ലാതെ വേറൊരാളിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യത്തിന് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഇയാളും അങ്ങനെ അറിയാമല്ലോ. എല്ലാവരും അങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ഒരാൾ ചെയ്തത് കൊണ്ട് മറ്റുള്ളവരും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യരുത് എന്നുള്ളതാണ്. ഇനിയിപ്പോ അവര് എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ചെയ്തു, അതിന് അവരുടേതായിട്ട് റീസൺ ഉണ്ടായിരിക്കും. യെസ്, മാം ഞാനത് പറയാൻ വിചാരിച്ചിരുന്നു. ജഡ്ജ്മെന്റ് ഒരിക്കലും എപ്പോഴും ഒരേപോലെ ആവില്ല. അവരുടെ സാഹചര്യങ്ങൾക്ക് ചിലപ്പം ഇപ്പൊ EFT ഒക്കെ കിട്ടിയിട്ട് ആൾക്കാർ എത്രയും മാറിയിട്ടുണ്ടാകും, അപ്പൊ അവര് അതിനനുസരിച്ച് പെരുമാറുന്നുണ്ടാകും. നമ്മൾ മുമ്പത്തെ നമ്മളല്ലല്ലോ ഇപ്പത്തെ നമ്മള്. EFTയും ഇവിടെ ക്ലാസ്സും വന്നപ്പോ നമ്മൾ കുറച്ചും കൂടി ബോൾഡ് ആയില്ലേ? അതേപോലെ ഓരോ ലൈഫിലും ചേഞ്ചസ് ഉണ്ടാവും, നല്ല രീതിക്ക് പോയിട്ടുണ്ടാവും, മോശം ഉണ്ടാവും. ഒന്നിനും ജഡ്ജ് ചെയ്യണ്ട. ഇപ്പൊ മുമ്പ് നമുക്ക് ഒരാളിൽ നിന്ന് മോശം എക്സ്പീരിയൻസ് ഉണ്ടായി, ആ ആളെ തന്നെ വീണ്ടും നമ്മൾ വേറൊരു കാര്യത്തിനെ സമീപിക്കുമ്പോൾ നമുക്ക് മോശം എക്സ്പീരിയൻസ് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രം അയാൾ ഇനിയും അങ്ങനെ ചെയ്യും, അത് തന്നെ അയാൾ ചെയ്യുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ മാറിയിട്ടുണ്ടെങ്കിലോ? അയാൾക്ക് അയാളുടെ തെറ്റ് മനസ്സിലായി, അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്ന് മനസ്സിലായി, അയാൾ കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ട് പുതിയൊരാളായി മാറി. അവിടെ പോയിട്ട് നമ്മൾ വീണ്ടും അവരോട് പറയണം, നീ അങ്ങനെയൊക്കെ ചെയ്തതല്ലേ, നിന്നെ എന്റെ കൂടെ കൂട്ടിയിട്ട് കാര്യമില്ല, നിന്നെ ഇതിൽ കൂട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോ ആ മാറിയ ആള് വീണ്ടും ചിന്തിക്കാൻ തുടങ്ങും. അവർക്ക് കിട്ടുന്നത് അതൊരു എന്താ പറയാ, ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് നമ്മുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. അവര് ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലായി അവർ തിരുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലാവും നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ജഡ്ജ് ചെയ്യും. നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ പറയാം, ഓക്കെ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് വന്നു, ഇങ്ങനെ റീസൺ കൊണ്ട് വന്നു. വീണ്ടും അവർ അത് തന്നെ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അവർ മാറാനും ചാൻസ് ഉണ്ട്, അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കാനും മാറാനും ചാൻസ് ഉണ്ട്. ഇനി നല്ല രീതിയിൽ പെരുമാറിയിരുന്ന ഒരാള് ബാഡ് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിലോട്ടോ ക്യാരക്ടറിലോട്ടോ അവരുടെ രീതിയിലോട്ടോ മാറാനും സാധ്യത ഉണ്ട്. എന്തും എങ്ങനെയും സംഭവിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. മാറാതിരിക്കാനും സാധ്യത ഉണ്ടല്ലോ, രണ്ടാമതും പോയി പെടണ്ടാലോ. അവിടെ നമ്മൾ അവയർനെസ് കൊടുക്കാൻ വേണ്ടി കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, അത്രേ ഉള്ളൂ. അയാൾ അങ്ങനെ ആയതുകൊണ്ട് ഇനി ജീവിതകാലം മുഴുവൻ അയാൾ അങ്ങനെ ആയിക്കൊള്ളണം എന്നൊരു നിർബന്ധമില്ല. അയാൾ മാറിയിട്ടുണ്ടായിരിക്കും, ഞാൻ ആരെയും ചിന്തിക്കാം. നമ്മളെപ്പോഴും സെക്കൻഡ് ചാൻസ് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആളുകൾ മുന്നോട്ട് വരും. അവര് നല്ലതാവാൻ വേണ്ടി അവർ ചിന്തിക്കുക. നമ്മളിൽ നിന്ന് കിട്ടുന്ന സെക്കൻഡ് ചാൻസസുകളാണ് അവർക്ക് നല്ലതായിട്ട് ചിന്തിക്കാനുള്ള ഒരു പ്രചോദനം നൽകുക.
അതൊക്കെ അത് കുറച്ച് നമുക്ക് ബുദ്ധിയുള്ളവരെന്താ ഒരിക്കപ്പെട്ടാല് നമുക്ക് പറയാം. മറ്റൊരാൾ അന്വേഷിച്ചാൽ അവൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ എനക്കൊരിക്കലും ഇങ്ങനെ പറ്റിക്ക് ഇപ്പൊ ഓന്റെ അവസ്ഥ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പിന്നെ ഓന്റെ ഒരു സംഭവത്തിന് പോക്കില്ല. നിങ്ങൾ ചെന്നോക്ക്, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ നമ്മള് വീണ്ടും പോയി പടരുത് എന്ന എന്റെ അഭിപ്രായം. യെസ്, നമുക്കത് നമ്മുടെ ആ ഒരു കാര്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് എന്താണ്? ബിലീവ് ദോസ് ഹു ഡിസ്റെസ്പെക്ട് യു. നമ്മൾ ഡിസ്റെസ്പെക്ട് ഒരാൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ അവരിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഒരാള് തീരെ ബഹുമാനമേ തരുന്നില്ല, നമ്മളെപ്പോഴും നമ്മുടേതായ എന്താണ് നമ്മുടേതായ ഒരു രീതിയിൽ നിന്ന് നമ്മൾ അംഗീകരിക്കാത്ത, നമുക്ക് ബഹുമാനം തരാത്ത, നമ്മളെ മനസ്സിലാക്കാത്ത ഉള്ളവരുടെ ഇടയില് നമ്മൾ നിൽക്കുന്നത് കൊണ്ട് ഒരർത്ഥമില്ല. അവിടെ നിന്ന് നമ്മൾ മാറി നിൽക്കും നല്ലത്. സോ അവിടെ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളില് അങ്ങനെയുള്ള ആളുകളിൽ നിന്നെല്ലാം നമ്മൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, നമ്മളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന സ്ഥലങ്ങളോ ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയോ എന്തോ ആയിക്കോട്ടെ, അവിടെ നമുക്ക് നമ്മുടെ വാല്യൂ നമുക്ക് കിട്ടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്ക് റെസ്പെക്ട് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്ക് അവിടെ സ്പേസ് ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നെ അവിടെ നിന്ന് നമ്മള് നാണം കെടേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ താഴ്ന്നു നിൽക്കേണ്ട അവസ്ഥയോ ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് വേറെ പരാതികളും വേണ്ട, നമുക്ക് അവിടുന്ന് മാറി നിൽക്കുക മാത്രം ചെയ്താൽ മതി. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അധികം നിൽക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം. അവിടെ നിൽക്കും തോറും നമ്മൾ ചെറുതായിക്കൊണ്ടിരിക്കും. അടുത്തത് എന്താണ്? അഞ്ചാമത്തെ കാര്യം, നെവർ കമ്പയർ എനിവൺ. ഒരാളെയും കമ്പയർ ചെയ്യരുത്, ഒന്നിനെയും കമ്പയർ ചെയ്യരുത്. ഗോസിപ്പുകളിലേക്ക് പോവാതിരിക്കുക. ഇത് നമ്മള് ഈ പറഞ്ഞ പോലെ അവരങ്ങനെ ചെയ്തു, അതങ്ങനെ ചെയ്തു, അതങ്ങനെ ആയി, എന്താലേ അല്ലേ? ഗോസിപ്പുകളുടെ ലോകത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കേറി 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 പോവും. നമുക്കറിയോ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത്. അവർക്ക് അവരുടേതായ റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ എന്താണെന്ന് നമുക്കറിയോ? അവരുടെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് നമുക്കറിയോ? ഒരിക്കലും ഇല്ല. അവർ കടന്നുപോയ സാഹചര്യം എന്തായിരുന്നു എന്ന് നമുക്കറിയോ? ഇല്ല. വാട്ടറ്റ് ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, നല്ലതോ ചീത്തയോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിനൊരു ഗോസിപ്പായി കണ്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ അതിന്റെ ഒരു ആവശ്യമില്ല. അതൊരു നെഗറ്റീവ് എനർജിയെ നമുക്ക് തരുള്ളൂ. പിന്നെ നമുക്ക് അറിയില്ല എന്താ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. നമുക്ക് ജസ്റ്റ് കണ്ടറിയവേ ഉള്ളൂ, പറഞ്ഞറിയവേ ഉള്ളൂ. കണ്ടറിഞ്ഞതും പറഞ്ഞറിഞ്ഞതൊന്നും ആയിരിക്കില്ല, അനുഭവിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ അനുഭവം. അവരനുഭവിച്ച കാര്യങ്ങൾ, അവര് നേരിട്ട കാര്യങ്ങൾ എന്താന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നോക്കി കാണുന്നതെല്ലാം ശരിയായിക്കൊള്ളണം എന്നില്ലല്ലോ, കാണുന്നതെല്ലാം ശരിയായിക്കൊള്ളണം എന്നില്ല, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് മാക്സിമം ഗോസിപ്പുകളുള്ള സാഹചര്യങ്ങളിൽ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് ഏറ്റവും നല്ലത്. ഒരാളെ പറ്റിയും മറ്റേ പരദൂഷണം ഒക്കെ പറയാന്ന് അറിയില്ലേ അല്ലേ? അതിന്റെ ആവശ്യമില്ല. ഇനി അവര് ചെയ്തത് ശരിയോ തെറ്റോ നമ്മളതിനെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് അർഹതയില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമുക്ക് അവിടെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടേതായ ശരി ഉണ്ടായിരിക്കും മേ ബി, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ റീസൺ ഉണ്ടായിരിക്കും. അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കും, പല റീസണും ആയിരിക്കും. നമുക്കറിയില്ല എന്താന്നുള്ളത്. നമ്മളവിടെ ജഡ്ജ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അവരായി അവരുടെ കാര്യങ്ങളായി എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുക വേണ്ടത്. കാരണം നമ്മൾ ഒരാൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ചെയ്തു ഇത് ചെയ്തു പറഞ്ഞിട്ട് ഒരാളെ ഭയങ്കരമായിട്ട് നമ്മള് എന്താ പറയാ ബുള്ളി ചെയ്ത് അവരെ കുറെ ഗോസിപ്പ് പറഞ്ഞ് നമ്മൾ നമ്മുടെ കുറെ എനർജി കളഞ്ഞ്, നെഗറ്റീവ് എനർജി കുറെ നമ്മളിലേക്ക് ആഡ് ചെയ്ത്, ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം കുറച്ചു കാലം കഴിഞ്ഞ്, കുറച്ച് ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ അവർ ചെയ്തത് തെറ്റാണെങ്കിലും ആ തെറ്റ് മനസ്സിലായി നമ്മളെക്കാൾ നല്ലൊരു മനുഷ്യനായി അയാൾ മാറിയിട്ടുണ്ടാവും. അപ്പൊ അത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ആരായി മാറി? നമുക്ക് നഷ്ടപ്പെട്ടു പോയ എനർജി നമുക്ക് എവിടുന്ന് കിട്ടും? നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ കുറെ എനർജി പോയി അല്ലേ? അവര് കുറെ ഗോസിപ്പ് പറഞ്ഞതുകൊണ്ട് നമുക്ക് നമ്മുടെ കുറെ എനർജി പോയി എന്നുള്ളതല്ലാണ്ട് അവര് നമ്മളെക്കാൾ നല്ല മനുഷ്യനായി മാറിയിട്ടുണ്ടാവും.
എവറിഥിങ് വിൽ ബി ചെയ്യും, ഒന്നും ഒരുപോലെ നിലനിൽക്കാൻ പോകുന്നില്ല. അപ്പൊ ആളുകൾ മാറാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കമ്പാരിസൺ വരിക, അവരങ്ങനെ ചെയ്തില്ലേ പിന്നെ നിനക്ക് എന്തുകൊണ്ട് ചെയ്താൽ, ഇല്ലേ? ഞാൻ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ നിനക്കെന്താ ചെയ്താൽ, എന്റെ സിറ്റുവേഷൻ ആയിരിക്കില്ല നിങ്ങളുടെ സിറ്റുവേഷൻ, അല്ലേ? അങ്ങനെ കമ്പാരിസൺ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അവരൊക്കെ അങ്ങനെ അവരങ്ങനെയാണല്ലോ ജീവിക്കുന്നത്, എനിക്കെന്താ അങ്ങനെ പറ്റാത്തത്? അവരുടെ ജീവിത സാഹചര്യം വേറെയും എന്റെ ജീവിത സാഹചര്യം വേറെ ആയിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ വേറെയും എന്റെ പ്രശ്നങ്ങൾ വേറെ ആയിരിക്കും. അപ്പൊ ഒരാളെയും നമ്മൾ ഒന്നിനോടും ഒരാളോടും കമ്പയർ ചെയ്യാതിരിക്കുക. എല്ലാവരും യൂണീക്കാണ്, അക്സെപ്റ്റ് ചെയ്യുക. അവരങ്ങനെയാണ്, അവരുടേത് അങ്ങനെയാണ്, അതങ്ങനെ പോട്ടെ. എന്റേത് ഇങ്ങനെയാണ്, ഇതിങ്ങനെ പോട്ടെ. അതിനെ കമ്പയർ ചെയ്ത് അവർക്ക് ഒരുപാടുണ്ടല്ലോ എനിക്കൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഒരുപാടുണ്ടല്ലോ അവർക്കും, ഇങ്ങനെയൊന്നും അല്ല. അവർക്ക് അവരുടേതായ ശരികളുണ്ട്, നമുക്ക് നമ്മുടേതായ ശരികളുണ്ട്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ല ശരിയല്ലേ? യെസ് ഓർ നോ? യെസ്, ഓക്കെ. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കല്ല അല്ലേ? അവരെന്താ ഇങ്ങനെ എന്നുള്ളത് അത് അവരുടെ ഇഷ്ടമാണ്. നമ്മളാരാ ജഡ്ജ് ചെയ്യാൻ, നമ്മളാരാ ചോദിക്കാൻ? നമ്മളെന്താ ഇങ്ങനെയെന്ന് നമുക്ക് നമ്മളോട് ചോദിക്കാം, അല്ലേ? ഞാൻ എന്താ എനിക്ക് എന്നോട് ചോദിക്കാം. എന്നിട്ട് എന്നിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എനിക്ക് മാറ്റിയെടുക്കാം. എന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായാലും മാറ്റിയെടുക്കാം. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിനെ എനിക്ക് എന്നെ ജഡ്ജ് ചെയ്യാം. എനിക്ക് എന്നോട് തന്നെ ചോദിക്കാം. മറ്റൊരാളുടെ കാര്യത്തിൽ കയറി ഇടപെടേണ്ട, ദാറ്റ്സ് നോട്ട് ഫെയർ. അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് അവർക്ക് നമ്മൾ ഇങ്ങനെ നമ്മുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നമുക്ക് സിറ്റുവേഷൻ വരുമ്പോ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥയോ ചിലപ്പോൾ നമുക്ക് ട്രോമ ട്രിഗർ ചെയ്യുന്നുണ്ടാവും, നമുക്ക് മറ്റു പല പ്രശ്നങ്ങളും ആ സാഹചര്യങ്ങൾ വരുന്നുണ്ടാവും. ഇതെല്ലാം എന്താണെന്ന് നമുക്കേ അറിയുള്ളൂ. നമുക്കിത് പറഞ്ഞ് ഫലിപ്പിച്ചാൽ പോലും ഒരാൾക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് എല്ലാവരുടെ കാര്യത്തിലും. അപ്പൊ ഒരാളൊരു കാര്യം ചെയ്തു എന്നുള്ളതിനെ നമ്മൾ ജഡ്ജ് ചെയ്യാനോ നമ്മൾ അവരെന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കാനോ പറയേണ്ട, അതല്ല. അവർക്ക് അവരുടേതായ റീസണിങ് ഉണ്ടായിരിക്കും, അവർക്ക് അവരുടേതായ ശരികൾ ഉണ്ടായിരിക്കും. അതിനെ അക്സെപ്റ്റ് ചെയ്യുക, വാട്ട് എവർ ഇറ്റ് ഈസ്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സർക്കിളിലുള്ള കൺട്രോളിലുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സജഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെയല്ല ഇങ്ങനെ, ഇതൊന്ന് ചെയ്തു നോക്കിയാൽ കുറച്ച് നല്ലതായല്ലേ. ഈ ഒരു സ്പേസ് ഉള്ളവർക്ക് നമുക്ക് പറയാം. തന്നെ അവർക്ക് തീരുമാനിക്കാം ചെയ്യണോ വേണ്ടിയെന്ന്. അതല്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ ഇറങ്ങിപ്പോയി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് സത്യത്തിൽ ശരിയായ കാര്യം. അതങ്ങനെ ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ അവിടെ അത് നമുക്ക് നമ്മുടെ വാല്യൂ കൂട്ടുകയേ ചെയ്യുള്ളൂ. ഒരാളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്, അവരുടേതായ രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നമ്മുടെ വാല്യൂ കൂട്ടി തരികയേ ചെയ്യുള്ളൂ. ക്ലിയർ? ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. നമ്മൾ വിചാരിച്ചതുപോലെ നമ്മളെ മനസ്സിൽ അവരെ പറ്റിയുള്ള ഒരു ഉദാഹരണം ഉണ്ടാവില്ല, അതുപോലെ അവരായി തീരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല. അത് അവർക്ക് അവരുടെ ഒരുതായ പിന്നെ ഉദാഹരണങ്ങളുണ്ടാവും. സാഹചര്യങ്ങളാണ്, അവർക്ക് അവരുടേതായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. നമുക്കറിയില്ല എന്താണ് എന്നത്. അറിയാത്ത കാര്യങ്ങളിൽ നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങൾ മാറണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കുന്നതിൽ ഒരർത്ഥവും. ഓക്കെ, നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങൾ, പല സാഹചര്യങ്ങളായിരിക്കും. പല മനുഷ്യരാണ്, യുണീക്കാണ്. അവരുടേതായ പ്രശ്നങ്ങളും അവരുടേതായ സാഹചര്യങ്ങളും സിറ്റുവേഷൻസും എല്ലാം ഉണ്ടായിരിക്കും. പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അവരുടെ അറ്റ്മോസ്ഫിയർ വേറെ ആയിരിക്കും, നമ്മുടെ അറ്റ്മോസ്ഫിയർ വേറെ ആയിരിക്കും. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. പിന്നെ നമ്മൾ അവിടെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുക, ഒന്നിനും ജസ്റ്റിഫൈ ചെയ്യാതിരിക്കുക.
അടുത്തത് എന്താണ്? നമ്മൾ അപ്രൂവല്, അംഗീകാരത്തിന് വേണ്ടിയിട്ട് ആവരുത് നമ്മുടെ ഒന്നും. നമ്മുടെ കടമകളും നമ്മുടെ ആവശ്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം. അതൊരു അംഗീകാരം ലഭിക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത്. സ്റ്റോപ്പ് പീപ്പിൾ പ്ലീസിങ്, ആളുകളെ പ്ലീസ് ചെയ്യുന്നത് നമ്മൾ നിർത്തുക. അടുത്തത് എന്താണ്? നമുക്ക് ഡിസ്റെസ്പെക്ട് തരുന്ന സ്ഥലങ്ങളില്, കമ്മ്യൂണിറ്റിയില്, ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരിക. അവിടെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. അടുത്തത് എന്താണ്? നെവർ കമ്പയർ എനിവൺ. നമ്മൾ ഒന്നിനെയും ആരെയും ഒന്നുമായിട്ടും കമ്പയർ ചെയ്യാതിരിക്കുക. ഓക്കെ, ഈ 5 സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞ് നമുക്ക് നമ്മളോട്, നമ്മുടെ ചുറ്റുമുള്ളവര് നമ്മളൊരു ബഹുമാനത്തോടു കൂടിയോ അല്ലെങ്കിൽ നമുക്ക് തരുന്ന റെസ്പെക്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. വി ക്യാൻ ഫീൽ ഇറ്റ്. നമുക്കൊരു വാല്യൂ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റിയാൽ മതി. ഗോസിപ്പ് പറയുന്ന ഒരു നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഗ്രേറ്റ്, ഗോസിപ്പിലൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണോ, നല്ല കാര്യമാണല്ലോ എന്ന് കുറച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാൻ തുടങ്ങും. നമ്മളവിടെ യുണീക്കായി മാറി അല്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ മാറ്റം വരുമ്പോൾ ക്രമേണ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് കിട്ടുന്ന വാല്യൂ, നമുക്ക് കിട്ടുന്ന റെസ്പെക്ട്, ഇതെല്ലാം എത്രത്തോളമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫീൽ ചെയ്യും, ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും. അപ്പൊ ഈ 5 കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ്ലി മാറ്റണം. ഈ 5 ശീലങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. ദെൻ ഈ ഒരു ടോപ്പിക്കായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇന്ററാക്ഷൻസ് ഉണ്ടെങ്കിൽ പറയാം, സംസാരിക്കാം. മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളാണെങ്കിലും ചോദിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്. ഒന്നുമില്ലേ? താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഒരു സംശയം ചോദിക്കാണ്ടായിരുന്നു. യെസ്, ചോദിച്ചോളൂ. നമ്മള് പിന്നെ ഒരിക്കലും മാറില്ല എന്നൊരു ഉറച്ച തീരുമാനത്തെ ഒരു വ്യക്തിയോട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരാൾ ഒരിക്കലും മാറില്ല എന്ന് നമുക്ക് ഉറച്ച ഒരാളെയും തീരുമാനിക്കാൻ പറ്റില്ല. പറ്റില്ല. എന്റെ ഫാമിലിയാണ്. നമ്മുടെ കൺട്രോളിലല്ല അത്. അതെ അതെ അതെ. ഒരാളിൽ വരുന്ന ചേഞ്ചസ് നമ്മുടെ കൺട്രോളിലല്ല. അവര് മാറില്ല എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. പറ്റില്ല അല്ലേ? സാധ്യതകളുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ ഓക്കെ. ഒരുപാട് വട്ടം ശ്രമിച്ചിട്ടും അതിനൊരു ഇമ്പ്രൂവ്മെന്റും കാണുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ അത് ഒഴിവാക്കിയിട്ടത്. മാറുമെന്ന് വിശ്വസിക്കുക. ഡെഫിനറ്റ്ലി മാറുമെന്ന് നമുക്ക് വിശ്വാസം കൊടുക്കാൻ പറ്റും. മാറുമെന്ന് വിശ്വസിക്കുക. നല്ലതിലേക്ക് വരും എന്നുള്ള വിശ്വാസം കൊടുക്കാൻ സാധിക്കും നമുക്ക്. അത് അങ്ങനെ നമുക്ക് വിശ്വാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് നല്ലതിലേക്ക് വരും, ഇതെല്ലാം ഓക്കെ ആവുന്നുള്ള ഒരു വിശ്വാസം നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാലക്രമേണ മാറ്റങ്ങൾ കാണാനും സാധിക്കും. കൂടുതലായിട്ടൊന്നും വേണ്ട, ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായാൽ മതി. അതിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതെ അതെ. യെസ്. ഓക്കെ മാം, താങ്ക് യു. പിന്നെ നമ്മൾ ഒരാളെ സഹായിക്കുന്നത് കടമ പോലെ ആയിരിക്കണം, അതേസമയത്ത് സഹതാപത്തിൽ നിന്നായിരിക്കരുത്. അതാണ് ഈ നമ്മൾ കൊടുക്കുന്ന സഹായത്തിൽ ഏറ്റവും വലിയ കാരണീയായിട്ടുള്ളത്. സഹതാപത്തുനിന്ന്, സിമ്പതിന്ന് കൊടുക്കുന്ന സഹായം ഉണ്ടല്ലോ, അത് സിമ്പതി. ഓക്കെ, പറഞ്ഞോളൂ.
അല്ല അത് നമ്മൾ ഒരുപാട് അനുഭവിച്ച ഒരു വിഷയം കൊണ്ട് പറഞ്ഞു തന്നതാണ്. നമ്മളെ ട്രോമ അനുഭവിച്ച കൊണ്ട് പറഞ്ഞതാ. നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞ നമ്മളെപ്പോലെ പിന്നെ ഡിസേബിൾ ആയ ആൾക്കാരെല്ലാം കാണുമ്പോൾ ഓലെപ്പവും പിന്നെ കൈകാട്ടന് ഉള്ള തിരയുള്ളവരാന്ന് ഓലെപ്പവും നമ്മളെ സാമ്പത്തിക സഹായിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് സമൂഹത്തിൽ അധികവും സ്ത്രീ മനസ്സുകൾക്ക്. ഓല് ഇത് ചിന്തിക്കുകയില്ല. നമ്മളിപ്പോ ഏത് ആൾക്കാരെ കൂട്ടത്തിലും പോയി നിൽക്കുമ്പോ നമുക്കൊരു വൈകല്യം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഓല് ചില്ലറ തുട്ടായിട്ട് നമ്മളെ സമീപിക്കുമ്പോഴുണ്ടാവുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ ഈ സഹായം എന്ന് പറഞ്ഞാൽ കടമ കൂടിയായിരിക്കണം, സഹതാപത്തിലായിരിക്കരുത്. യെസ്. അതായത് ഇപ്പോ ഈ സിമ്പതി അല്ലെങ്കിൽ സഹതാപം എന്ന് പറയുന്നത് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ഉണ്ടാവേണ്ടത് എംപതിയാണ്. സിമ്പതി അല്ല വേണ്ടത്, എംപതിയാണ്. അപ്പൊ ഈ സിമ്പതി എംപതിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാല്, എംപതി എന്ന് പറയുമ്പോ നമ്മൾ അവരുടെ വിഷമം, ഒരാളുടെ വിഷമത്തില് നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ അവർക്ക് ഫീൽ ചെയ്യുകയാണ്. നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയാണ്. അവരുടെ ആ വിഷമത്തിന്റെ കൂടെ തുടക്കം തൊട്ട് അവസാനം വരെ അവരുടെ കൂടെ നിൽക്കും ചെയ്യുന്നുണ്ട്. ആ നിൽക്കുന്നുണ്ട് എന്ന് അവർക്ക് ഫീൽ ആവും ചെയ്യുന്നുണ്ട്. അവർക്കത് മനസ്സിലാവുന്നുണ്ട്. അത്രത്തോളം രീതിയിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അത്രത്തോളം അവരുടെ വിഷമം എന്താണെന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അതാണ് എമ്പതി. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നമുക്ക് എല്ലാ മനുഷ്യർക്കും വേണ്ട കാര്യമാണ്. സിമ്പതി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് കുറച്ച് അരോഗന്റ് ആണ്. അങ്ങനെ ഉണ്ടാവരുത്. ക്രൂരതയാണ് സിമ്പതി കാണിക്കുക എന്നുള്ളത്. സിമ്പതി എന്ന് വെച്ചാല് ഒരാളിപ്പോ ഒരു കുഴിയിലോട്ട് വീണ് കിടക്കുന്ന സാഹചര്യം വരികയാണ്. അതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഒരാളൊരു കുഴിയിൽ വീണു. ദെൻ എമ്പതി ഉള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി വന്ന് നോക്കി കുഴിയിൽ വീണു, എന്ത് ചെയ്യും? അവിടെ എന്താണ് അവിടെ താഴത്തോട്ട് ഇറങ്ങാനുള്ള സാഹചര്യം അത് നോക്കി അവിടെ താഴത്തോട്ട് ഇറങ്ങി ആ ആളെ സമാധാനിപ്പിച്ചിട്ട് അയാളെ രക്ഷിക്കാനുള്ള മാർഗം അല്ലെങ്കിൽ അയാളെ കാമാക്കാനുള്ള മാർഗം ചെയ്തിട്ട് അയാളുടെ കൂടെ നിൽക്കും. ദാറ്റ് ഈസ് എമ്പതി. ഇനി സിമ്പതി ഉള്ള ആണെങ്കിൽ എന്താ ചെയ്യാന്നറിയോ? എനി ഐഡിയാസ്? സിമ്പതി ഉള്ള ഒരാളാണെങ്കിൽ എന്താ ചെയ്യുക? ഒരു ഐഡിയ ഉണ്ടോ? അവരെ നോക്കി സഹതപിച്ചിരിക്കും. യെസ്. സിമ്പതി ഉള്ള ആളാണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുഴിയിൽ ജസ്റ്റ് ഇങ്ങനെ എത്തി നോക്കും. ഓക്കെ, അയ്യോ നിങ്ങൾ വീണല്ലേ, ഐ ആം റിയലി സോറി അബൌട്ട് ദാറ്റ്, എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാണുമ്പോട്ടോ. എത്തി നോക്കും. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെള്ളം എന്തെങ്കിലും വേണോ ചോദിക്കും. സാൻഡ്വിച്ചോ ബ്രെഡോ അല്ലെങ്കിൽ ഭക്ഷണം എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കും. ഇവരവിടുന്ന് വെള്ളം വേണോ, ജീവൻ കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ മൊത്തത്തിലൊരു പകച്ചു നിൽക്കുന്ന അവസ്ഥയായിരിക്കും. ആ അവസ്ഥയിൽ ഇത് ചോദിക്കുന്നുണ്ടാവും, ഇവരിത് കഴിക്കുന്നുണ്ടാവും. കാരണം അവർക്ക് അത് അത്രയേ ഉള്ളൂ, ബോധേഡ് അല്ല. സഹതാപം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രൂരതയാണ്. അപ്പൊ ആ താഴത്ത് നിൽക്കുന്ന ആള് ഫീൽ ചെയ്യുന്ന ഒരു വിഷമം എത്രത്തോളം ആയിരിക്കും. ഒരിക്കലും ഒരാളോട് സഹതപിക്കരുത്, പകരം എമ്പതിയാണ് നമുക്ക് വേണ്ടത്, സിമ്പതി അല്ല വേണ്ടത്. അതാണ് സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമ്മൾ കടമകൾ ചെയ്യാം. നമുക്ക് കടമകളുണ്ട്. നമുക്കൊരു മനുഷ്യർക്കും ഓരോ കടമകളുണ്ട് ചെയ്യാം. ഈ കടമ ചെയ്യുമ്പോൾ ചെയ്യുന്ന കടമക്ക് കണക്ക് വെക്കരുത്. നമ്മൾ ചെയ്യുന്ന കടമ എന്താണോ അതിനൊരിക്കലും കണക്ക് വെക്കരുത്. ചെയ്ത കാര്യത്തിനെ മറന്നു കളയാം. നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുത്ത കാര്യത്തിനെ കടമയാണോ എന്തോ ആട്ടോ ഇറ്റ് അതിനെ മറന്നു കളഞ്ഞിട്ട് അതിന് പിന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ കടമയാണ്, അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതിന് പിന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട ആവശ്യമില്ല. അതേസമയം നമുക്കൊരാൾ എന്തെങ്കിലും നല്ലത് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓർത്തു വെക്കുകയും വേണം. അതിനുള്ള നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് അവരോട് തിരിച്ചു കാണിക്കുകയും വേണം. അതാണ് ഒരു മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യം. ഒരു നല്ല ക്വാളിറ്റി എന്ന് പറയുന്ന രീതിയിൽ വേണ്ടത്. പിന്നെ സിമ്പതി ക്രൂരാവും. നമ്മളിപ്പോ നമ്മൾ പറഞ്ഞപ്പം ചെയ്ത കടമയെ ക്രൂരമായ എങ്ങനെയാ? അവസ്ഥയുണ്ട് ഈ സിമ്പതിയില് ക്രൂരത ഉണ്ട് എന്ന് പറയാ. കാരണം ഇതെല്ലാം നേരിട്ട് അനുഭവിച്ചുകൊണ്ട് പറയാം. നമ്മളിപ്പോ ഒരു പറഞ്ഞ പോലെ തന്നെ നമ്മൾ തന്നെ പറഞ്ഞു എന്തോ അത് ഒരു ഞാൻ പിന്നെ പറഞ്ഞത് സിമ്പതി എന്ന് പറയുന്നത് ക്രൂരതയാണ്. നല്ലൊരു മുകളുള്ള മോനായിനല്ല എനിക്കെന്ത് പറ്റിപ്പോയി മോനെ, ഇനി എന്തോ ഒരു സങ്കടായിപ്പോ എനക്ക് എന്താ നെഞ്ഞു പൊരിയെന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു വർത്താനുണ്ട്. അപ്പൊ ഇത് സ്വയം അനുഭവിക്കുന്ന ഒരു വ്യക്തിനെ വീണ്ടും എന്താക്കാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാ. അപ്പൊ അത് ഇവരറിയുന്നില്ല ശരിക്കും അതിന്റെ വേദന എന്താണ്. വീണ്ടും അവിടെ പ്രവൃത്തി ഇല്ലാതാക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാണുമ്പോ നമ്മളവിടെ സൈലന്റ് ആയി നിൽക്കുക. സൈലൻസ് ആണ് ഏറ്റവും ബെസ്റ്റ്.
അങ്ങനെ ഒരാള് വയ്യാതെ നടക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെ സൈലന്റ് ആയിട്ട് നിൽക്കുക. അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിനക്ക് ഇങ്ങനെ പറ്റിപ്പോയല്ലോ, അങ്ങനെ സംഭവിച്ചല്ലോ, എങ്ങനെയായിരുന്ന ആളായിരുന്നു, അയാൾ ചവിട്ടിത്തേച്ച് ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിക്കാൻ. അതാണ് സിമ്പതി എന്ന് പറയുന്നത്. ഭയങ്കര ക്രൂരമായ ഒരു പ്രവൃത്തിയാണ്. ഒരാളും ചെയ്യാൻ പാടില്ല. മനുഷ്യന് വേണ്ടത് എമ്പതിയാണ്. എമ്പതിയാണ് എല്ലാ മനുഷ്യരും കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം. അതാണ് എമ്പതിയും സിമ്പതിയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ കടമയുടെ കാര്യം പറഞ്ഞപ്പോ, കടമ എന്ന് പറയുന്നത് നമ്മൾ കടമകൾ നമ്മൾ ചെയ്യണം. കടമ ചെയ്തത് നമ്മൾ കണക്ക് വെക്കരുത്, നമ്മുടെ ഓർമ്മയിലും വെക്കരുത്. അതിനെ പിന്നെ വിട്ട് കളയണം. നമുക്കൊരാൾ നല്ലത് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ നന്മയോടുകൂടി നന്ദിയോടുകൂടി ഓർക്കണം. അതിനെ നമ്മൾ മറക്കാനും പാടില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? പ്രയോറിറ്റി എമ്പതിക്ക് കൊടുക്കല മാം. യെസ്, പ്രയോറിറ്റി കൊടുക്കേണ്ടത് എമ്പതിക്കാണ്. സിമ്പതി ഉണ്ടാവാനേ പാടില്ല. സിമ്പതിയെ പറ്റി ആലോചിക്കേ വേണ്ട. ഓക്കെ ഓക്കെ. സിമ്പതിയെ പറ്റി ആലോചിക്കേ വേണ്ട. അങ്ങനെ ഒരു സാധനം നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി കളയണം, മുറിച്ച് മാറ്റി കളയണം. ഉണ്ടാവാനേ പാടില്ല. അത്രയും ക്രൂരമായ ഒരു കാര്യം വേറെ ഇല്ല. അതാദ്യം മനസ്സിലാക്കണം. കാരണം നമ്മൾ സിമ്പതി കാണിക്കുമ്പോ സിമ്പതി കാണിക്കപ്പെടുന്ന ആ ഒരാളുണ്ടല്ലോ, അല്ലെങ്കിൽ അത് കിട്ടുന്ന ആളുണ്ടല്ലോ, ലഭിക്കുന്ന ആള്, അവർക്ക് അതിന്റെ വിഷമം എത്രത്തോളമാണ്, അതിന്റെ ക്രൂരമായ മുഖം കാണുന്നതും സിമ്പതി കാണുന്ന ആളല്ല, സിമ്പതി ലഭിക്കുന്ന ആളായിരിക്കും അതിന്റെ ക്രൂരമായ ഒരു മുഖം കാണപ്പെടുക. അതുകൊണ്ട് പക്ഷെ തന്നെ മെജോറിറ്റി സിമ്പതി ആളുകളെ എന്നുള്ളത് നമ്മൾ ആളുകൾക്കും ആലോചിക്കേ വേണ്ട. ഉള്ളത് സിമ്പതിയാണ്. അത് മെജോറിറ്റി ആളുകൾക്കും ഉള്ളത് സിമ്പതിയാണ്. സിമ്പതിയും എമ്പതിയെ പറ്റിയുള്ള ഒരു അവയർനെസിന്റെ കുറവാണ് അത് ഒന്നാമത്തെ കാര്യം. ഇതിനെ അതെ അതെ. പറ്റിയൊന്നും ഒരു ധാരണ ഇപ്പോഴാണ് ഇല്ല കൂടുതൽ അതിനെ എന്നുള്ളതാണ്. പറ്റി അതുകൊണ്ടാണ് അറിയാൻ ഇതൊക്കെ പറ്റിയത്. സംഭവിക്കുന്നത്. Yes. യെസ് യെസ്. അപ്പൊ അതുകൊണ്ട് സിമ്പതിയെ പറ്റി ആലോചിക്കേ വേണ്ട, അതിനെ മുറിച്ചു മാറ്റി കളയാം. നമുക്ക് വേണ്ടത് എമ്പതിയാണ്. നമ്മൾ അവരുടെ കൂടെ നിന്ന് സൈലന്റ് ആയി നിൽക്കേണ്ട സാഹചര്യം സൈലന്റ് ആയി നിൽക്കണം. അതല്ലെങ്കിൽ അവരുടെ കൂടെ നിന്നിട്ട് അവർക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുക്കുക, അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. നിനക്ക് ഇങ്ങനെ പറ്റിപ്പോയല്ലോ, അങ്ങനെ പറ്റിയല്ലോ, ഇങ്ങനെ പറ്റിയല്ലോ, അതെന്തായാലും ഇങ്ങനെ നിന്നിരുന്ന ആളായിരുന്നു, എന്തിനാ നമ്മളിങ്ങനെ? അതാണ് ചിലർക്ക് ഏറ്റവും അങ്ങനെ വലിയ പറയേണ്ടത് ക്രൂരത. അപ്പൊ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചിലര് അങ്ങനെ കേൾക്കാൻ ഓരോ ആളുകളുടെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. മെന്റാലിറ്റി അവർക്ക് അവരുടേതായ റീസൺ കിട്ടും. ചിലപ്പോ മേ ബി അവര് ട്രോമയിലൂടെ കടന്നു പോകുന്ന ആളുകളായിരിക്കും. അവരുടെ അങ്ങനെ അതുകൊണ്ടായിരിക്കും അവരുടെ മെന്റാലിറ്റി അങ്ങനെ ആയി പോയത്. മേ ബി പല റീസൺസ് ഉണ്ടായിരിക്കും. നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല ഒരാൾ എങ്ങനെ അങ്ങനെ ആയി എന്ന് പറഞ്ഞാൽ. പല ട്രോമകളും കടന്നു പോയ ഒരാൾക്ക് ഇങ്ങനെയുള്ള രീതിയിലുള്ള മെന്റാലിറ്റീസ് ഒക്കെ വരാറുണ്ട്. സോ പല റീസൺ ആയിരിക്കും. എന്നിരുന്നാലും നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാലോ, നമ്മളങ്ങനെ അല്ല ചെയ്യാതിരിക്കുക. ഈ ഇത് പറഞ്ഞ സിമ്പതി എന്ന് പറയുന്ന Yes. സംഭവം പിന്നെ ഇപ്പൊ ഈ ഒരു നോട്ടം പോലും നമ്മള് വ്യത്യസ്തമായിട്ട് ഒരാൾ നടക്കാന്ന് വിചാരിച്ചാൽ എനിക്ക് സ്വന്തം അനുഭവം എനിക്ക് പറയാലോ. ഞാനിപ്പോ ഒരു മൂന്നാളെ ഇടയിൽ കൂടി നടക്കാതെ രണ്ടാൾ എന്നെ Yes. നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ നടക്കാനാകില്ല. എന്റെ മാനസികമായിട്ട് അവരിങ്ങനെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ള തളർന്നു പ്രശ്നം കൊണ്ട് പോകും. എനിക്ക് മുന്നോട്ട് പോകാനാകില്ല. ഞാനിപ്പോ അനുഭവിക്കുന്നതാണ്. ഞാൻ ഇപ്പൊ 10-50 കൊല്ലമായിട്ട് ഇപ്പൊ ഞാൻ പിന്നെ ഫംഗ്ഷനോ പരിപാടികൾക്കൊന്നും പോകാറില്ല. ഞാൻ Yes. വീട്ടിൽ തന്നെ, വേറെ പരിപാടിക്കൊന്നും പോകാറില്ല പുറമെ. കാരണം ഈ ഒരു സംഭവം Definitely ഇതെല്ലാം മനസ്സിലെപ്പോൾ നടക്കും. Yes. പറഞ്ഞോളൂ. പറഞ്ഞ അതാണ് ഞാൻ ഈ ചെറിയ അടുത്തായി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആളുടെ അടുത്തെല്ലാം പോയി കഴിഞ്ഞാൽ പറഞ്ഞ ഞാനില്ലെങ്കിൽ ഉള്ള പുതിയ വസ്ത്രം എല്ലാം ഇട്ടിട്ടാ ഞാൻ പോയി. ഇത് പേടിച്ചിട്ട് ആരെങ്കിലും യാചകനാന്ന് എന്നാലും ഈ വിരിച്ച് ഇരുന്നിട്ട് യാചിക്കുന്നവർക്ക് കൊടുക്കാതെ എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട്. എന്നിട്ട് ആ ചെറിയ അടുത്തായ കൊണ്ട് ഞാൻ അങ്ങോട്ട് ചൂടാവും. പിന്നെ ടെൻഷൻ ആകുക. അതുകൊണ്ട് ഈ ആളുടെ അടുത്തൊന്നും പോകില്ല, വളരെ കുറവാണ്. അപ്പോ ഇപ്പോഴും നമുക്കത് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കല്യാണത്തിനും പരിപാടിക്കൊന്നും അങ്ങനെ പോക്കില്ല. ഒരു 2-3 ആള് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തായി ഉള്ളാല എല്ലാ ധൈര്യവും പോകും. അതുകൊണ്ട് പരിപാടികൾക്കെല്ലാം ആളെ പറഞ്ഞേക്കും. ഞാനൊരു സ്ഥലത്തും പോകാറില്ല. അത് നമ്മളെ മനസ്സിലങ്ങ് ഇതായിപ്പോയി. ചെറിയ അടുത്തുള്ള ഒരു അനുഭവം ആയിരിക്കാം. എനിക്ക് തിരിച്ചറിയുന്നുണ്ട്. അതിൽ എനിക്കന്ന് ഒലിക്കുണ്ടായത് നമ്മളിങ്ങനെ എല്ലാം എനിക്കറിയാം. അതേ സ്ഥാനത്ത് ഇത് അഭിമുഖീകരിക്കാനാകുന്നില്ല. രണ്ടാള് നോക്കുമ്പോ പ്രശ്നം വരിക. ഓക്കെ, അത് നമ്മൾ ട്രോമയുടെ ഭാഗമായിട്ടൊക്കെയാണ്. ട്രോമ ഹീലിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ആരും ഒന്നും ബോധേഡാവാതെ നമുക്ക് ധൈര്യത്തോടുകൂടി മുന്നോട്ട് നടക്കാൻ സാധിക്കും. അതിനെ ഹീൽ ചെയ്താൽ മതി, ട്രോമയെ ഹീൽ ചെയ്താൽ മതി.
പിന്നെ ഇപ്പൊ ലോകം ആളുകളല്ലേ, എല്ലാവരെയും നമുക്ക് കൺട്രോൾ ചെയ്യാനോ നന്നാക്കാനോ ഒന്നും സാധിക്കില്ല. നമുക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാം. നമ്മുടെ ആ ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു നമുക്ക് അവരെ നോക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം ഉണ്ടല്ലോ, ആ പ്രശ്നത്തിനെ നമ്മൾ മാറ്റി ആര് നോക്കിയാലും എനിക്കൊരു പ്രശ്നം ഇല്ല എന്നുള്ള ഒരു മെന്റാലിറ്റിയിലോട്ട് നമ്മൾ വരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നോക്കുക. പിന്നെ കുറെയൊക്കെ പറഞ്ഞ പോലെ കുറെയൊക്കെ എന്നാലും മാറ്റങ്ങളുണ്ട്. ലോകം ന്യൂ നോർമലോട്ട് കടക്കുന്ന അല്ലെങ്കിൽ കടന്ന ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നൊക്കെ ജീവിക്കുന്നത്. മുമ്പത്തെക്കാൾ ഒരുപാട് മാറ്റം ഇന്നുണ്ട്, ഡെഫിനറ്റ്ലി മാറ്റമുണ്ട്. എല്ലായിടത്തും എല്ലാ മേഖലയിലും മാറ്റമുണ്ട്. ന്യൂ നോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് തന്നെ വന്നു, ന്യൂ നോർമൽ. അല്ല, ആ ഒരുപാട് മാറ്റമുണ്ട്. രീതിയിലോട്ട് വന്നു. പണ്ടത്തെ കാഴ്ചപ്പാടല്ല ഇന്ന് ഇതിനോടൊന്നുള്ളത്. അതേ സ്ഥാനത്ത് അന്ന പിടിപെട്ട ആ ട്രോമ ഉണ്ടല്ലോ, അത് നമ്മൾ വിട്ടു പോയിട്ടില്ല എന്നുള്ള ഞാൻ ചുരുക്കി പറഞ്ഞത്. Yes. ഇപ്പൊ നോക്കുന്നുണ്ടോ എന്നുള്ള നമ്മളങ്ങ് ആ ട്രോമയാണ് ഇപ്പോഴും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ആളുകളെ ചെയ്യാനും ക്രൗഡിലായിട്ട് ഇറങ്ങാനും ഒക്കെ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത് അന്നുണ്ടായ ട്രോമയാണ്. അപ്പൊ ആ ട്രോമയെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ സാധിക്കും. ആരെന്ത് പറഞ്ഞാലും ഒരു ബോധവും ഇല്ലാണ്ട് നമ്മുടെ കാര്യം നോക്കി നടക്കാൻ സാധിക്കും. ഫുൾ കോൺഫിഡൻസോടുകൂടി, ഫുൾ സ്ട്രോങ് ആയി, സ്റ്റെബിലിറ്റി അത്രയും പവറോടുകൂടി നടക്കാനും ജീവിക്കാനും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. നമ്മളിൽ ഉണ്ടായ ആ ട്രോമ ആണ് അതിന്റെ നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്ന റീസൺ. ആ ട്രോമയെ നമ്മൾ ഹീൽ ചെയ്താൽ മതി. പിന്നെ ആളുകളെ എല്ലാവരെയും നമുക്ക് മാറ്റാൻ സാധിക്കും. നമുക്ക് പറ്റുന്നത് നമ്മളെ മാറ്റുകയാണ്. നമ്മുടെ ഈ ഒരു മെന്റാലിറ്റി, നമ്മുടെ ഈ ഒരു പ്രശ്നം, അതിനെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വഴി നോക്കി മുന്നോട്ട് പോകാം. എല്ലാ ആളുകളെയും നമുക്ക് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതല്ലേ സത്യം. അപ്പൊ നമ്മുടെ ആ ഒരു മെന്റാലിറ്റി, നമ്മുടെ ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ പ്രശ്നം തിരിച്ചറിയുക, എന്നിട്ട് ആ തിരിച്ചറിഞ്ഞതിനെ നമ്മൾ ചികിത്സിക്കുക, അതിനെ മാറ്റിയെടുക്കുക. അപ്പൊ നിങ്ങൾ പറയും നിങ്ങളുടെ പ്രശ്നം, സാറിന്റെ പ്രശ്നം പറഞ്ഞ പോലെ എന്താണ്, ട്രോമയാണ് പ്രശ്നം, ട്രോമയെ ഹീൽ ചെയ്യാം, and everything will be all right. എല്ലാം നോർമൽ ആയിട്ട് വരും. അപ്പൊ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താ, നമുക്ക് നമ്മുടെ ആ ഒരു ട്രോമ ഹീൽ ചെയ്ത് നമുക്ക് നോർമൽ ആയിട്ട് നമുക്ക് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കും അല്ലേ. എന്തിനും നമ്മൾ മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യം? നമ്മൾ ആരെയും പേടിക്കണ്ട, ആരെ പറ്റിയും ബോധേടാവണ്ട. നമ്മൾ പേടിക്കേണ്ടത് സൃഷ്ടാവിനെയാണ് പേടിക്കേണ്ടത്, അല്ലേ? സൃഷ്ടികളെയല്ലേ, സൃഷ്ടാവിനെയല്ലേ പേടിക്കേണ്ടത്. അത് നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്, അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിലുള്ള ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടായാൽ മതി. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രം മതി. ഓക്കെ, ടൈം ഒരുപാടായിട്ടുണ്ട്, 80 ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ഗുഡ് ടോപ്പിക്, താങ്ക് യു. അല്ലേ, നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യല്ലേ? ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ല. യെസ്, ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ തീർച്ചയായിട്ടും ഇനിയും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ആക്റ്റീവ് ലിസണിങ്. ഒരുപാട് സമയമൊക്കെ ഇന്ന് ഇരുന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇന്ററാക്ഷൻ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പോയതാണ് നമ്മള്. ഓക്കെ, ക്ലിയർ ചെയ്ത് പോവല്ലേ ഏറ്റവും നല്ലത് എന്ന് കരുതിയിട്ട് അങ്ങനെ പോയതാണ്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ, വണ്ടർഫുൾ ഡേ. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി മുന്നോട്ട് പോവുക. Give respect and take respect. Okay. Okay. Alhamdulillah. Okay, thank you so much. Thank you. Okay, alhamdulillah. Okay, thank you so much. മറ്റൊരു ദിവസം നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.